ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും കർത്താവിനെ സ്തോത്രങ്ങൾ കരയറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാനാണ് ഇന്ന് രാവിലെ നാം ശ്രമിക്കുന്നത്. ഇന്നലെ രാവിലത്തെ ക്ലാസ്സിൽ എടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആ ആനന്ദ വർണ്ണന, ഭാഗ്യവർണ്ണന, അത് പൂർത്തീകരിച്ചിട്ട് അടുത്ത ആനന്ദ വർണ്ണനയിലേക്ക് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യമാണ് ഇന്നലെ രാവിലത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ആ ഭാഗങ്ങൾ ഒന്നുകൂടെ എടുക്കാം. ഇന്നലെ രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവരെ ചിലരെങ്കിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ ചുരുക്കമായി അത് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മത്തായി 5:4 ആർക്കെങ്കിലും ശബ്ദമുയർത്തി എന്ന് വായിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ വാക്യങ്ങളെല്ലാം 3 മുതൽ 12 വരെ കാണുന്ന വാക്യങ്ങളെല്ലാം ഒരു ആശ്ചര്യ പ്രസ്താവന പോലെയാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നാം ആ നിലയിൽ തർജ്ജമ ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? നിങ്ങളുടെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നോട്ട്ബുക്ക് ഒന്നും എല്ലാവരും കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ലേ? നോട്ട്സ് കുറിച്ചെടുക്കുന്നവർ എല്ലാ ദിവസവും വരുമ്പോൾ അത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ തുടർച്ചയായിട്ട് നോട്ട്സ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെ എഴുതാൻ സാധിക്കും? ദുഃഖിക്കുന്നവരുടെ ആനന്ദം അല്ലെങ്കിൽ അനുഗ്രഹം ആർക്ക് വർണ്ണിക്കാം? എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. ആനന്ദ വർണ്ണന അല്ലെങ്കിൽ അനുഗ്രഹ വർണ്ണന, അതിൽ കൂടെ ആത്മീയമായ ആനന്ദത്തിന്റെ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ആ രഹസ്യത്തിന്റെ ചുരുളുകൾ ഓരോന്നായി കർത്താവ് അഴിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ കവാടം എന്ന് പറയുന്നത് 3-ാം വാക്യമാണ്. ആത്മാവിലുള്ള ദാരിദ്ര്യം, ആത്മാവിൽ യാചകന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ആനന്ദപൂർണ്ണ. അവർ തങ്ങളുടെ അയോഗ്യതയും അവരുടെ അശക്തിയും ഒന്നുമില്ലായ്മയും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവർക്ക് സ്വർഗരാജ്യ അനുഭവം ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അതോട് ചേർന്ന് വരുന്നതാണ് 4-ാം വാക്യവും, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ പറയുന്ന ദുഃഖം എന്താ? സ്വാഭാവികമായ ദുഃഖം. അതെന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ദുഃഖമുളവാക്കും. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ദുഃഖം ഉണ്ട്. അബ്രഹാം സാറാ മരിച്ചപ്പോൾ ദുഃഖിച്ചതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് നാം വായിക്കുന്നു. അതൊക്കെ സ്വാഭാവികമായ ദുഃഖമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് സൂപ്പർ നാച്ചുറൽ സോറോ എന്ന് പറഞ്ഞാൽ ദൈവികമായ, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അതായത് ഒരു പാപി തന്റെ പാപത്തെ ഓർത്ത് ആത്മാർത്ഥമായി അനുദപിക്കുന്ന ദുഃഖം. അവിടെ അല്പം കൂടെ വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്നലെ പറയാൻ സമയം കിട്ടിയില്ല. ഈ പാപത്തെക്കുറിച്ചുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലും പാപത്തിന്റെ ചില ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആളുകൾ ദുഃഖിക്കാറുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു റിഗ്രറ്റ് ഓവർ അവർ സിൻ. പാപത്തെക്കുറിച്ച് തന്നെ ബോധ്യമായി ഉണ്ടാകുന്ന ദുഃഖം. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഞാൻ 2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ഈ പരീക്ഷയ്ക്ക് സ്ഥിരമായി കോപ്പി അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവർ സ്ഥിരമായി കോപ്പി അടിക്കും, പലപ്പോഴും പിടിക്കപ്പെടുകയില്ല. അങ്ങനെ പിടിക്കപ്പെടാതെ പുറത്തിറങ്ങിയാൽ എന്തോ പറയും അവൻ മറ്റു കൂട്ടുകാരോട്, എടാ ഇന്ന് ഞാൻ സാറിനെ പറ്റിച്ചു, ഞാൻ വളരെ സുന്ദരമായിട്ട് കോപ്പി അടിച്ചു എന്ന് പറയും. ശരി, ഒരു ദിവസം അവൻ പിടിക്കപ്പെട്ടു എന്ന് പല ദിവസങ്ങളിലും അധ്യാപകരെ കളിപ്പിച്ച് കോപ്പി അടിക്കാറുണ്ട്.
ഒരു ദിവസം പിടിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിൽ കോപ്പി അടിച്ച് ഒരു വിദ്യാർത്ഥി പിടിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവന്റെ പ്രതികരണം എന്തായിരിക്കും? തീർച്ചയായും അത് ഓർത്ത് അവൻ ദുഃഖിക്കും. എന്താ കാര്യം? കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ എന്താ ശിക്ഷ? 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. 3 വർഷത്തേക്ക് പിന്നെ പരീക്ഷ എഴുതാൻ പറ്റുകയില്ല. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വേണമെങ്കിൽ അവൻ കരയും, അധ്യാപകന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കും. പക്ഷെ ഈ ദുഃഖം എന്തുകൊണ്ടുള്ളതായ ദുഃഖം? ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ചിന്തയിൽ ഉളവായ ദുഃഖമാണ്? അല്ല. പിന്നെ ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള ദുഃഖമാണ്. ഈ 2 ദുഃഖങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും വിശ്വാസികൾ പോലും അവർ പാപത്തെ ഓർത്ത് അനുഭവിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ ദുഃഖം ഈ പാപത്തിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ്. എന്നാൽ വേദപുസ്തകം ആവശ്യപ്പെടുന്ന ദുഃഖം പാപത്തെ ഓർത്തുള്ള ദുഃഖമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, എന്നെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ഹൃദയത്തെ എന്റെ പാപപ്രവൃത്തി കൊണ്ട് ഞാൻ വേദനിപ്പിച്ചല്ലോ, ഈ ചിന്തയിൽ നിന്നുളവാകുന്ന ദുഃഖമാണ് യഥാർത്ഥമായ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അതാണ് മാനസാന്തരത്തെ ഉളവാക്കുന്ന ദുഃഖം. ആ ദുഃഖത്തെക്കുറിച്ചാണ് മത്തായി 5:4 കർത്താവ് പറയുന്നത്. ഈ ദുഃഖത്തിന്റെ ഡിഗ്രിയെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മ കാണും. ഗ്രീക്ക് ഭാഷയിൽ എത്ര വാക്കുകളുണ്ടെന്നാണ് പറഞ്ഞത് ദുഃഖത്തെക്കുറിച്ച് വിവരിക്കാൻ? എത്ര വാക്കുകൾ? 9 വാക്കുകളുണ്ട്. ഓരോ ഡിഗ്രി വെച്ച് അവർ ഓരോ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭാഷയിൽ 9 വാക്കുകൾ ദുഃഖത്തെ വിവരിക്കുവാൻ വേണ്ടി ഉള്ളപ്പോൾ അതിൽ 8 വാക്കുകളെയും ചെവിക്ക് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ആ 9ാമത്തെ വാക്ക് തന്നെ കൃത്യമായി ഇവിടെ ഉപയോഗിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദുഃഖം, പാപത്തെക്കുറിച്ചുള്ള ദുഃഖം എന്ന് പറയുന്നത് കേവലം ഒരു കാഷ്വൽ സോറോ അല്ല, ഒരു താൽക്കാലികമായ ഒരു ചടങ്ങിനു വേണ്ടിയുള്ള, പേരിനു വേണ്ടിയുള്ള ദുഃഖമല്ല, ഒരു ഉപരിപ്ലവമായ ഒരു സൂപ്പർഫിഷ്യൽ സോറോ അല്ല. പിന്നെ ഇറ്റ് ഇസ് എ വെരി ഡീപ് സോറോ, എ വെരി സീരിയസ് സോറോ. വളരെ ഗൗരവമായ, ആഴമേറിയ, ഞാൻ ചെയ്ത പാപം, അയ്യോ എന്റെ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ആ ബോധ്യത്തിൽ ഉളവാകുന്ന ആഴമേറിയ ദുഃഖം. ഈ ദുഃഖത്തെക്കുറിച്ചാണ് യോവേൽ പറയുന്നത്. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് തിരികെയെന്ന് യോവേൽ 2:13 നാം വായിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആത്മാർത്ഥമായ ദുഃഖം, ആ ദുഃഖം അനുഭവിക്കുന്നവർ, വെളിപ്പെടുത്തുന്നവർക്ക് ഒരു അനുഗ്രഹം ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അവർക്ക് ആശ്വാസം ലഭിക്കും. ശരി, ഈ ദുഃഖത്തിന്റെ പല സാമ്പിളുകൾ ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം മാത്രം വായിക്കാം. ഈ നിലയിൽ ആത്മാർത്ഥമായി സ്വന്തം പാപത്തെ ഓർത്ത് അനുഭവിച്ച ഒരു വ്യക്തിയുടെ ചരിത്രം നാം മത്തായി സുവിശേഷം 26:75 കാണും. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പത്രോസാണ്. മത്തായി 26:75 വായിക്കാം. അവസാന ഭാഗം ശ്രദ്ധിക്കണം. പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ 3 വർഷക്കാലം ഗുരുവിനോട് കൂടെ നടന്ന് ഗുരുവിൽ നിന്ന് എല്ലാ നന്മകളും അനുഭവിച്ച അപ്പോസ്തലന്മാരിൽ ഒന്നാമനായ പത്രോസ് യേശുവിനെ വിസ്തരിച്ച ആ സമയത്ത് കേവലം 3 മണിക്കൂറിനുള്ളിൽ 3 പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. വലിയൊരു പാപമാണ്. ഒരു വിധത്തിൽ യൂദ ചെയ്തതിനേക്കാൾ വലിയ പാപമാണ് പത്രോസ് ചെയ്തത്. യൂദ ഒരിക്കൽ മാത്രമാണ് ഒറ്റിക്കൊടുത്തത്. പത്രോസ് 1 അല്ല 2 അല്ല 3 തവണ തള്ളിപ്പറഞ്ഞു. എന്നാൽ പത്രോസിന് ആശ്വാസം കിട്ടിയതിന്റെ കാരണം എന്താ? നാം വായിക്കുന്നു, അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. He went out and wept bitterly. അവൻ കഠിനമായ വേദനയോടെ കരഞ്ഞു. കേവലം ഒരു താൽക്കാലികമായ ദുഃഖമായിരുന്നില്ല, വളരെ ആഴമേറിയ ദുഃഖം. എന്റെ ഗുരുവിനെ, എന്റെ കർത്താവിനെ തള്ളിപ്പറയുവാൻ ഇടയായല്ലോ, ഇത്ര വലിയൊരു പാപം ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള ബോധ്യത്തിൽ താൻ അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഈ നിലയിലുള്ള ദുഃഖമാണ് മത്തായി 5:4 കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദുഃഖിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ അനുഗ്രഹപൂർണ്ണ. ശരി, ആ വാക്യത്തിന് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അതെ ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രം. 2ാം ഭാഗത്തേക്ക് വരാം.
അവിടെയാണ് അനുഗ്രഹം പറയുന്നത്. അവർക്ക് എന്ത് ലഭിക്കും? അവർക്ക് ആശ്വാസം ലഭിക്കും. They shall be comforted. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥമാണ് എന്താ? ആശ്വാസം എന്നുള്ളത് നാം അർത്ഥമാക്കുന്നത്, നാം മറ്റുള്ളവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നവരാണല്ലേ. നാം ആശ്വാസം ഇഷ്ടപ്പെടുന്നവരും. ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് അവരെ ആശ്വസിപ്പിക്കും. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു? എന്താ പറയുന്നത്? പോട്ടെ സാരമില്ല എന്ന് പറയല്ലേ, അങ്ങനെ നമ്മൾ ആശ്വസിപ്പിക്കും. പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും. അങ്ങനെ ആശ്വസിപ്പിക്കാൻ നാം വളരെ മിടുക്കരുമാണ്. ഒരിക്കൽ ഈ ഇടുക്കിയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ, ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. താൻ പറഞ്ഞു, തനിക്ക് ആകപ്പാട് ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു സൈക്കിളാണ്. ഈ സൈക്കിളിൽ സഞ്ചരിച്ചാണ് താൻ പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ താൻ ഉണർന്നു നോക്കിയപ്പോൾ ഈ സൈക്കിൾ കാണാനില്ല, ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളാണ്, അത് ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഇത് താൻ മറ്റു ചില സഹോദരന്മാരോടൊക്കെ പറഞ്ഞു. അറിഞ്ഞവർ ഇത് കേട്ട് ഈ സഹോദരനെ ആശ്വസിപ്പിക്കാനായിട്ട് ഈ വീട്ടിൽ കടന്നു വന്നു. നിങ്ങൾ വിചാരിക്കും ഒരു സൈക്കിൾ പോയാൽ ഇത്രയും ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന്. കാറിൽ നടക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല, സൈക്കിളിൽ പോകുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇദ്ദേഹത്തിന് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യമായതുകൊണ്ട് ഇദ്ദേഹത്തെ കാണാനും ആശ്വസിപ്പിക്കാനും വേണ്ടി വന്നു. ആളുകളൊക്കെ കുറെ നേരം ഇരുന്നു. പിന്നെ ഇറങ്ങാൻ നേരം പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും അതുപോലെ ഒരു വാചകം പലരും പറഞ്ഞു, സഹോദര വിഷമിക്കണ്ട, കർത്താവ് നടത്തും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് പലരും പോകാൻ തുടങ്ങി. അങ്ങനെ 3-4 പേര് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അല്പം തമാശക്കാരനുണ്ട്. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, അത് ഇന്ന് രാവിലെ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം സൈക്കിൾ മോഷണം പോയി, ഇനി നടന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് നടത്തും നിങ്ങൾ എടുത്തു പറയണ്ട, ഞാൻ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവര് കർത്താവ് നടത്തുമെന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നാം ഇങ്ങനെയൊക്കെയാണ് ആശ്വസിപ്പിക്കുന്നത്. കർത്താവ് നടത്തുമെന്നുള്ള ഭംഗി വാക്ക് പറഞ്ഞ് അവിടെ നമ്മുടെ ആശ്വാസം അവസാനിക്കുകയാണ്. ശരി, ഇവിടെ കർത്താവ് ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മളെയൊക്കെ വിളിച്ച് പോട്ടെ സാരമില്ല എന്ന് പറയും എന്നാണോ അതിന്റെ അർത്ഥം? അതോ കർത്താവ് നടത്തുമെന്ന് പറയുമെന്നാണോ? ഇവിടെ കംഫർട്ട് എന്നുള്ള വാക്കിന് കുറച്ചൊരു ആഴമേറിയ അർത്ഥമുണ്ട്. ദുഃഖം എന്നുള്ള വാക്കിന് ആഴമേറിയ അർത്ഥമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുപോലെ കംഫർട്ട്, ആ വാക്ക് തന്നെ ഇംഗ്ലീഷിലെ ആ കംഫർട്ട് എന്ന് പറയുന്ന വാക്ക് 2 ലാറ്റിൻ പദങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കം പ്ലസ് ഫോർട്ട്. ഫോർട്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ. ഇവിടെ ഈസ്റ്റ് ഫോർട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം. എന്നാൽ ഈ കംഫർട്ട് എന്നുള്ള വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം വിത്ത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തീകരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ദൈവം തരുന്ന ആശ്വാസം കേവലം പോട്ടെ സാരമില്ല എന്ന് പറയുന്ന ഒരു ഭംഗിവാക്കല്ല, പിന്നെയോ നമ്മുടെ പ്രശ്നം പരിഹരിച്ച് നമ്മെ ശക്തീകരിക്കുന്നതാണ് ആശ്വാസം. അത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ദൈവം ആശ്വസിപ്പിക്കുന്നത് അങ്ങനെയാണ്. ദൈവം ആശ്വസിപ്പിക്കുമ്പോൾ ആ ആശ്വാസം ലഭിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കും. He will solve the problem and strengthen the person. That is the meaning of comfort. ആ പ്രശ്നം കർത്താവ് പരിഹരിക്കും എന്ന് മാത്രമല്ല ഒരു പുതിയ ശക്തിയും നൽകും. അതിനെയാണ് ഇവിടെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത്. ഏതാണ്ട് ഇതേ ആശയം വരുന്ന ഒരു മനോഹരമായ വാക്യം 138-ാം സങ്കീർത്തനത്തിലുണ്ട്. അവിടെ ഈ ആശ്വസിക്കുക എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആശയം അവിടെ വരും. 138-3 എന്താണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്? മതി. ഇവിടെ ദാവീദ് വിളിച്ചപേക്ഷിച്ചു. ദാവീദ് പ്രശ്നത്തിൽ അകപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ എന്ത് ചെയ്തു? നീ എനിക്ക് ഉത്തരമരുളി. ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളിലൊക്കെ നമുക്കറിയാം, പലപ്പോഴും ആദ്യം പറയുന്നതിന്റെ വിശദീകരണമാണ് ആ വാക്യത്തിന്റെ 2ാം ഭാഗത്ത് പറയുന്നത്. ഇവിടെ 2ാം ഭാഗത്ത് എന്താ പറയുന്നത്? എങ്ങനെ ഉത്തരമരുളിയത്? എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അത് നാം ശ്രദ്ധിക്കണം. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യു ആൻസേർഡ് മീ ആൻഡ് മേഡ് മീ ബോൾഡ് വിത്ത് സ്ട്രെങ്ത് ഇൻ മൈ സോൾ. യു ഹാവ് സ്ട്രെങ്തൻഡ് മീ. നീ എനിക്ക് ബലം നൽകി. അങ്ങനെയാണ് ദാവീദിനെ ദൈവം ഉത്തരമരുളിയത്. അതാണ് വാസ്തവത്തിൽ ആശ്വാസം. നാം ഒരു പ്രശ്നത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, നാം ആത്മാർത്ഥമായി ദുഃഖിക്കുമ്പോൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് ഈ നിലവിളിക്കുന്ന വ്യക്തിയെ ശക്തീകരിച്ചുകൊണ്ടാണ്. നീ എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഇവിടെ കർത്താവ് പറയുന്നത്.
അതുകൊണ്ട് ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ അവരുടെ പാപങ്ങളെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം ശക്തിയും ലഭിച്ചിട്ടുണ്ട്. അത് യാതൊരു സംശയവുമില്ല. ദൈവമാണ് ആശ്വാസദായകൻ എന്ന് നമുക്കറിയാം. 2 Corinthians 1:3 അവൻ സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവം എന്നാണ് ദൈവത്തിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. അവൻ സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവമാണ്. ഹി ഈസ് ദ സോഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് ഹി ഓൺലി ക്യാൻ സ്ട്രെങ്തൻ us when we are in need. നാം ആവശ്യത്തിലായി ഇരിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിനാണ് കഴിയുന്നത്. ശരി, ഈ നിലയിൽ ശക്തി പ്രാപിച്ച ചിലരുടെ ഉദാഹരണങ്ങൾ വളരെ വേഗം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആനന്ദ വർണ്ണനയിലേക്ക് നാം കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നു. ചില ഉദാഹരണങ്ങൾ ദാവീദിന്റെ ചരിത്രം തന്നെ എടുക്കാം. ദ ബിബ്ലിക്കൽ കേസസ് ഓഫ് ദോസ് ഹു റിസീവ് കംഫർട്ട് ത്രൂ മോർണിംഗ്. വിലാപത്തിൽ കൂടെ, ദുഃഖത്തിൽ കൂടെ ആശ്വാസം ലഭിച്ച ചില വ്യക്തികളുടെ ഉദാഹരണങ്ങളാണ് നാം നോക്കാൻ പോകുന്നത്. 1, 2, 3 എന്ന് എഴുതിപ്പോയാൽ മതി. 1, ദാവീദ് വലിയൊരു പാപത്തിലകപ്പെട്ടു. താൻ ദൈവഹിതപ്രകാരം ഉള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ ദാവീദ് താൻ രാജാവായിരിക്കുന്ന കാലത്ത് താൻ ഒരു വീഴ്ച തന്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഒരു വലിയ പാപത്തിൽ അകപ്പെട്ടു. എന്നാൽ ദാവീദ് അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഏത് സങ്കീർത്തനത്തിലാണെന്ന് പറയുന്നത്? ദാവീദിന്റെ മാനസാന്തര അനുതാപം 51-ാം സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ടതാണ്. എന്റെ 17-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചു. 51:17 അവിടെ ദാവീദിന്റെ ദുഃഖമാണ് പറയുന്നത്. 51:17 വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ എല്ലാവരും സഹായിക്കണം. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, ആ ബ്രോക്കൺ എക്സ്പീരിയൻസിലേക്ക്, ആ തകർച്ചയുടെ അനുഭവത്തിലേക്ക് ദാവീദ് കടന്നു വന്നു. ദാവീദ് തന്റെ പാപം മൂടി വെച്ചില്ല, പാപത്തിന് ന്യായം പറഞ്ഞില്ല. ഈ ശൗലിനെയും ദാവീദിനെയും പലപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ ശൗലിനെയും ദാവീദിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ ദാവീദ് ചെയ്ത പാപം ശൗൽ ചെയ്ത പാപത്തേക്കാൾ വളരെ വലിയ പാപമാണ്. എന്നാൽ ശൗലിന് പാപമോചനം കിട്ടിയില്ല, ദാവീദിന് കിട്ടി. എന്താ രഹസ്യം? ദൈവത്തിന് മുഖപക്ഷമില്ല. ശൗലിന്റെ അടുക്കൽ ശമൂവേൽ പ്രവാചകൻ വന്ന് നീ പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ശൗലിന്റെ പ്രതികരണം? ശൗലോട് ന്യായം പറയാൻ ശ്രമിക്കുകയാണ്. ശൗൽ അത് സമ്മതിക്കുന്നില്ല. അവിടെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ആ തന്റെ പാപത്തെ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മറുവശത്ത് ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ വന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിന്റെ നെഞ്ചത്ത് വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ ദാവീദ് അംഗീകരിക്കുകയാണ്. അവൻ നിലത്ത് വീണ് അവിടെ അനുദപിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അതിനുശേഷം എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദാവീദ് പറയുകയാണ്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എത്രമാത്രം അനുതാപത്തോടെ വിലാപത്തോടെയാണ് ദാവീദ് എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം എങ്ങനെയാ ദാവീദിനെ ആശ്വസിപ്പിച്ചത്? ദാവീദിനെ ആശ്വസിപ്പിച്ചത് കേവലം പാപമോചനം കൊടുത്തു മാത്രമല്ല. ഒരു പടി കൂടെ കടന്നു പറയട്ടെ. താൻ ജീവിതത്തിൽ വലിയ പാപം ചെയ്തു, എന്നാൽ ആ പാപം തന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കൽ പോലും ആവർത്തിക്കാതെ വണ്ണം ആ പാപത്തിന്റെ മേൽ ദൈവം വിജയം കൊടുത്തു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇതാണ് കംഫർട്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് ശക്തി. ഒരു പാപത്തിൽ വീണു, ആ പാപം ദൈവം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഒരു പക്ഷെങ്കിൽ അതിനുശേഷവും അതുപോലെയുള്ള പ്രലോഭനം തന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം വന്നു കാണും. എന്നാൽ പിന്നെ ഒരിക്കൽ പോലും അതേ പാപത്തിൽ ദാവീദ് വീണിട്ടില്ല. എന്തുകൊണ്ട്? അവന് കംഫർട്ട് കിട്ടി. ഹി ഹാസ് ബീൻ സ്ട്രെങ്തൻഡ് ബൈ ഗോഡ്. ദൈവം അവനെ ശക്തീകരിച്ചു. ഇതാണ് ആശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് 32-ാം സങ്കീർത്തനം എഴുതാൻ ദാവീദിന് കഴിഞ്ഞത്. 32-ാം സങ്കീർത്തനം എങ്ങനെ ആരംഭിക്കുന്നത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെങ്കിൽ ആനന്ദപൂർണ്ണൻ എന്നാണ് ദാവീദ് പറയുന്നത്. അവിടെ 2 ആനന്ദ വർണ്ണനകൾ ദാവീദ് നടത്തുകയാണ്. കാരണം തനിക്ക് ശക്തി ലഭിച്ചു, തനിക്ക് സഹായം ലഭിച്ചു, ആശ്വാസം ലഭിച്ചു. എപ്പോൾ? താൻ ആത്മാർത്ഥമായി തന്റെ തെറ്റിനെ ഓർത്ത് അനുദപിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ, അതിനെക്കുറിച്ച് താൻ വിലപിച്ചപ്പോൾ. അത് ദാവീദിന്റെ ഉദാഹരണം. പുതിയ നിയമത്തിലേക്ക് വരാം. ലൂക്കോസ് 7:38 എന്ന് വായിക്കാം. അവിടെ പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വരികയാണ്. അതിന്റെ 36 മുതലാണ് ചരിത്രം പറയുന്നത്.
ഒരു പരീശന്റെ വീട്ടിൽ കർത്താവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ, ഇത് ആരാണെന്ന് നമുക്കറിയുകയില്ല, ചിലർ പറയുന്നു ഇത് മഗ്ദലക്കാരി മറിയയാണെന്ന്, പേരെഴുതിയിട്ടില്ല. ഒരു സ്ത്രീ അവിടെ വന്നു. ഈ സ്ത്രീ എന്താ ചെയ്തത്? 38 വാക്യം വായിച്ചേ. ശ്രദ്ധിക്കണം, ഉറകിൽ അവന്റെ കാൽക്കൽ ഇരുന്നു, കരഞ്ഞുകൊണ്ട് നിന്നു, പിന്നെ കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. ആരുടെ കാൽ? യേശുക്രിസ്തുവിന്റെ കാൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, കണ്ണുനീര് കൊണ്ട് കാൽ നനയ്ക്കുക. അതിന് എത്ര കണ്ണുനീര് വേണം? എത്ര കണ്ണുനീര് വേണം? ഒരാളുടെ കാല് നനച്ച് തുടയ്ക്കണമെങ്കിൽ എത്ര കണ്ണുനീര് വേണം? നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലേ? ഈ നിലയിലൊന്നും നമ്മളാരും ഒരിക്കലും എന്ന് ഞാനങ്ങ് പറയുകയില്ല, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാൽ നനച്ച്, അല്ലെ, തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. എന്താ ഇത് വെളിവാക്കുന്നത്? ഇതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. എന്താ ഇത് വെളിവാക്കുന്നത്? ഈ സ്ത്രീ ഇത്രമാത്രം കരയാനുള്ള കാരണം എന്താ? തീർച്ചയായും അവൾ പാപിനിയാണെന്ന് അതിന് മുമ്പിലത്തെ വാക്യത്തിലും താഴത്തെ വാക്യത്തിലും ഒക്കെ പറയുന്നുണ്ട്. അവൾ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള അഗാധമായ ബോധ്യം പരിശുദ്ധനായ ദൈവപുത്രന്റെ സന്നിധിയിൽ വന്നപ്പോൾ അവളുടെ പാപത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യമുണ്ടാകുകയും തീർന്നില്ല, അവൾ ആത്മാർത്ഥമായി പാപത്തെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്തു. പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയിൽ ഉളവായ ദുഃഖമല്ല, പിന്നെ പാപത്തെ ഓർത്തുള്ള ദുഃഖം അത് വ്യക്തമായി വെളിപ്പെടുത്തി അവൾ കരയുകയാണ്. എന്താണ് വാഗ്ദാനം? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ശരി, അവൾക്ക് ആശ്വാസം ലഭിച്ചോ? അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അതെവിടാ പറയുന്നത് അവൾക്ക് ആശ്വാസം ലഭിച്ച കാര്യം? എങ്ങനെയാണ് അവൾക്ക് ആശ്വാസം ലഭിച്ചത്? എന്താണ് ആശ്വാസം? ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ആശ്വാസം? ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിച്ച് ആ വ്യക്തിയെ ശക്തീകരിക്കുന്നതാണ് ആശ്വാസം. എവളുടെ പ്രശ്നം എന്താ അവളുടെ പ്രശ്നം പാപമാണ്. അതിന് ആശ്വാസം കിട്ടിയോ? ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയോ? തീർച്ചയായും കിട്ടി. അതെവിടെ എഴുതിയിരിക്കുന്നത്? ലൂക്കോസ് 7 47 മുതൽ അത് എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാം വായിക്കാൻ സമയമില്ല. 48 വാക്യം ഒന്ന് വായിക്കാം. ഇനി 50 വാക്യം കൂടെ വായിച്ചു. അവനോ സ്ത്രീയോട് മതി. അവൾ കരഞ്ഞു. അവൾക്കുടൻ തന്നെ ആശ്വാസം കിട്ടി. കാരണം ആശ്വാസദായകനായ സർവാശ്വാസങ്ങളുടെയും ദൈവമായ മനുഷ്യപുത്രന്റെ അടുക്കലാണ് അവൾ വന്നിരിക്കുന്നത്. കർത്താവ് എന്താ പറയുന്നത്? അവൾ നിന്റെ പാപങ്ങളെല്ലാം മോചിച്ച് തന്നിരിക്കുന്നു. തീർന്നില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പാപമോചനവും ആത്മരക്ഷയും അവൾക്ക് ഒരുമിച്ച് ലഭിക്കുകയാണ്. ഇതാണ് ആശ്വാസം, ഇതാണ് സ്ട്രെങ്തനിങ്, ഇതാണ് കംഫർട്ട് എന്ന് പറയുന്നത്. അവളുടെ പ്രശ്നം പരിഹരിച്ച് അവളെ ശുദ്ധീകരിക്കുകയാണ്, അവളെ ശക്തീകരിക്കുകയാണ്. ദാവീദ് നിലവിളിച്ചു പാപത്തെ ഓർത്ത്, ദൈവം അവനെ ശക്തീകരിച്ചു. ഇവിടെ ഇതാ പാപിയായ ഒരു സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്ന് അവളുടെ കണ്ണുനീർ കൊണ്ട് കാൽ നനച്ച് അത് കാൽ തുടച്ച് വൃത്തിയാക്കി ചുംബിക്കുന്നു. അവൾക്കും കിട്ടി ആശ്വാസം. എങ്ങനെ? പാപമോചനത്തിൽ കൂടെ. മറ്റൊരു ഉദാഹരണം ലൂക്കോസ് 18 വരാം. ലൂക്കോസ് 18 നമ്മൾ ഇന്നലെയും അത് വായിച്ചതാണ്. അവിടെ ചുങ്കക്കാരന്റെയും പരീശന്റെയും പ്രാർത്ഥനയാണ് 9 മുതൽ നാം വായിക്കുന്നത്. ഈ ചുങ്കക്കാരൻ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിൽ ദുഃഖമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയണം. 13 വാക്യം ഒന്ന് വായിച്ചേ. അവൻ 14 വാക്യം പിന്നെ വായിക്കാം. അവൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ മടിച്ചെന്ത് ചെയ്തു? പിന്നെന്ത് ചെയ്താണ്? മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞു. അവന്റെ പ്രാർത്ഥനയിൽ ദുഃഖമുണ്ടായിരുന്നു. അതിന്റെ എന്തെങ്കിലും സൂചനയുണ്ട്? അവൻ ദുഃഖിച്ചു എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല, എന്നാൽ ഉണ്ടായിരുന്നോ? ഉണ്ട് അല്ലേ? ആ വാക്ക് ശ്രദ്ധിക്കണം. അവൻ മാറത്തടിച്ച് നിലവിളിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പഴയ കാലത്ത്, ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പഴയ കാലത്ത് നിലവിലിരുന്ന ഒരു സമ്പ്രദായം, ആചാരം, വളരെ തീവ്രമായ ദുഃഖം, പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാടൊക്കെ സംഭവിക്കുമ്പോൾ ആ സഹിക്കാനാവാത്ത ദുഃഖം വെളിപ്പെടുത്തുവാൻ വേണ്ടി ആളുകൾ മാറത്തടിച്ച് നിലവിളിക്കാറുണ്ട്.
ഇവിടെ ഉപമയിൽ കർത്താവ് പറയുകയാണ്, ചുങ്കക്കാരൻ പരീക്ഷനെ കുറിച്ച് അങ്ങനെ നാം വായിക്കുന്നുണ്ടോ? ഉണ്ടോ? അവൻ മാറത്തടിച്ചെന്ന് വായിക്കുന്നുണ്ടോ? അവൻ മാറത്തടിച്ചുമില്ല, നിലവിളിച്ചുമില്ല, കരഞ്ഞുമില്ല. അവൻ നിന്ന് തന്നോട് തന്നെ ചില പ്രശംസയുടെ വാക്കുകൾ പറഞ്ഞു. അതാണ് അവന്റെ പ്രാർത്ഥന. എന്നാൽ ഈ ചുങ്കക്കാരൻ അങ്ങനല്ല. അവൻ മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. അവന്റെ പാപത്തെ ഓർത്ത് അവൻ പറയുന്നുണ്ട്, അവൻ സമ്മതിക്കുന്നുണ്ട്. എന്താ സമ്മതിക്കുന്നത്? പാപിയായ എന്നോട് കരുണ തോന്നണമേ. ശരി, അവൻ ആശ്വാസം കിട്ടിയോ? അവൻ പ്രാർത്ഥിച്ചു, അവൻ ആശ്വാസം കിട്ടിയോ? നിങ്ങൾ ഉത്തരം പറഞ്ഞോ? യെസ് ഓർ നോ? കിട്ടിയോ? കിട്ടി. എങ്ങനെ ആശ്വാസം കിട്ടിയത്? 14 വാക്യം വായിച്ചാൽ അറിയാം എങ്ങനെ ആശ്വാസം കിട്ടിയത്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അങ്ങനെയാണ് ആശ്വാസം കിട്ടിയത്. അവൻ നിലവിളിച്ചു, അവന്റെ പ്രശ്നം പരിഹരിച്ച്, അവനെ നീതീകരിച്ച്, അവനെ ശുദ്ധീകരിച്ച് കർത്താവ് ആശ്വാസം കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം കൂടെ വായിച്ച് ആ ഭാഗം വിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ ഉദാഹരണം നേരത്തെ വായിച്ചു. മത്തായി 26:75 നമ്മൾ നേരത്തെ വായിച്ചു. ഇനി വായിക്കണമെന്നില്ല, അത് കുറിച്ചാൽ മതി. പത്രോസ് എന്ന് എഴുതിയിട്ട് മത്തായി 26:75 അവിടെയാണ് അതിദുഃഖത്തോടെ പുറത്തുപോയി കരഞ്ഞു എന്നൊക്കെ നാം വായിക്കും. ശരി, പത്രോസിന് ആശ്വാസം കിട്ടിയ കാര്യം ആ അധ്യായത്തിൽ എഴുതിയിട്ടില്ല. ആ കിട്ടിയ കാര്യം നാം വായിക്കുന്നത് മറ്റൊരു അധ്യായത്തിലാണ്. യോഹന്നാൻ 21-ലാണത് വായിക്കുന്നത്. കർത്താവ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസിന് മാത്രമായിട്ട് ഒരിക്കൽ പ്രത്യക്ഷനായി തീർന്നില്ല. പിന്നെ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രത്യക്ഷതയാണ് യോഹന്നാൻ 21-ലെ വിഷയം. അവിടെ എന്താ ചെയ്തത്? അവിടെ 3 വട്ടം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് അതിന് പത്രോസിനെയും കൊണ്ട് 3 വട്ടം ഉത്തരം പറയിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തി. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം 3 മണിക്കൂറുകൾക്കുള്ളിൽ ഗുരുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് 3 പ്രാവശ്യം ഏറ്റുപറയിച്ച് ഇവിടെ യഥാസ്ഥാനപ്പെടുത്തുക. പക്ഷേ അവൻ ആശ്വാസം കിട്ടി. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ വലിയ ഒരു ജനസമൂഹത്തെ നേരിട്ടുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച നസ്രയനായ യേശുക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ പത്രോസിനെ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, യൂദ ചെയ്തതിനേക്കാൾ വലിയ പാപമാണ് പത്രോസ് ചെയ്തത്. പക്ഷേ യൂദ പാപമോചനത്തിന് വേണ്ടി കർത്താവിന്റെ അടുക്കൽ വന്നില്ല. യൂദായും താൽക്കാലികമായി ദുഃഖിച്ചു, പക്ഷേ കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. എന്നാൽ പത്രോസ് വന്നു, അതുകൊണ്ട് അവൻ ആശ്വാസം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പഠിക്കുവാനുള്ള വലിയൊരു പാഠമാണ്. നാം ആനന്ദപൂർണ്ണത അനുഭവിക്കണമെങ്കിൽ, യഥാർത്ഥ ആത്മീക സന്തോഷം ഉള്ളിൽ അനുഭവിക്കണമെങ്കിൽ ഇത് നമ്മുടെയും ജീവിതത്തിൽ അനുസരിക്കേണ്ടതാണ്. എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? നാമൊക്കെ അനുദിനം പല പല തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഒരുപക്ഷെങ്കിൽ പത്രോസ് ചെയ്തതുപോലെയുള്ള തെറ്റുകളോ ദാവീദ് ചെയ്ത പോലെയുള്ള പാപമൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ചിന്തയിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ ഒക്കെ അനേകം തെറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ ആ തെറ്റുകളെ ഓർത്ത് നാം ആത്മാർത്ഥമായി അനുദപിക്കാറുണ്ടോ? എപ്പോഴാണ് അവസാനമായി നമ്മുടെ പാപത്തെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ നിലവിളിച്ചത്? അതോ പാപത്തിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരുമ്പോൾ മാത്രം വെളിപ്പെടുത്തുന്ന താൽക്കാലികമായ ഒരു ദുഃഖമേ നമുക്കുള്ളൂ? ഇതൊക്കെ നാം ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ അങ്ങനെയല്ല. നാം എപ്പോഴും ദൈവസന്നിധിയിൽ ഈ മനോഭാവമുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ശരിയായ മനോഭാവങ്ങളാണ്. വിശ്വാസികൾക്ക് അനുദിന ജീവിതത്തിൽ തുടർച്ചയായി അവർ വെളിപ്പെടുത്തേണ്ട മനോഭാവങ്ങളാണ് കർത്താവ് പറയുന്നത്. ഈ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും വേണം. എന്റെ അഭിപ്രായത്തിൽ ഈ 139 സങ്കീർത്തനം 24 വാക്യം, ആ ഒരു പ്രാർത്ഥന നാമൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്താ അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്? വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. എന്താ അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ട്? ഒരാധുനിക വിവർത്തനത്തിൽ അത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്റെ ആശയം വെളിവാക്കി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ ഹൃദയത്തെ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് നോക്കി നീ എന്നെ ശരിയായ പാതയിൽ നടത്തേണം എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. അതാ വ്യസനത്തിനുള്ള മാർഗം. ദൈവത്തിന്റെ ഹൃദയത്തെ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും ഇന്ന് എന്റെ വാക്കിൽ, എന്റെ ചിന്തയിൽ, എന്റെ നോട്ടത്തിലും ഭാവത്തിലും വന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവമേ, അത് എന്നിൽ നിന്ന് നീക്കി എന്റെ പാപം മോചിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ശരിയായ പാതയിൽ നടത്തണമേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടത് ആവശ്യമാണ്. ഏറ്റവും കുറഞ്ഞത് ഓരോ ദിവസവും നാം കിടക്കാൻ പോകുന്നതിന് മുമ്പ്
ഈ ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ആശ്വാസം ലഭിക്കും, ശക്തി ലഭിക്കും, പാപത്തിൽ വീണ്ടും വീണ്ടും വീണു പോകാതെ വിജയകരമായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കും. അതാണ് ഈ വാക്യത്തിൽ കൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ യഥാർത്ഥമായ ആത്മാർത്ഥമായ ദുഃഖം, നമ്മുടെ പാപത്തെ ഓർത്ത് ദുഃഖിച്ച് അത് വെളിപ്പെടുത്തി ജീവിക്കുവാൻ, അങ്ങനെ ആശ്വാസം കൈക്കൊള്ളുവാനും ദൈവം ഇടയാക്കട്ടെ. എന്നാൽ ആത്യന്തികമായിട്ട് നമ്മൾ ആശ്വാസം പ്രാപിക്കുന്നു. ഇവിടെ വെച്ച് നാം ആശ്വാസം പ്രാപിക്കും. എന്നാൽ നമ്മുടെ ദുഃഖമെല്ലാം മാറും. ഒരിക്കലും തീരാത്ത നിത്യമായ ഒരു ആശ്വാസം ഭാവിയിലുണ്ട്. ഇവിടെ പറയുന്നതിന് രണ്ട് വശങ്ങളുണ്ട്. ഇപ്പോൾ നാം ആശ്വാസം ലഭിക്കും, എന്നാൽ നിത്യമായ ആശ്വാസം നമുക്ക് ഭാവിയിലുണ്ട്. അതെവിടാ പറയുന്നത്? അതും കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് 21:4 വായിക്കും. ഇവിടെ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ മുഖത്ത് നാം നിലവിളിക്കുമ്പോൾ, നാം ആത്മാർത്ഥമായി ദുഃഖിക്കുമ്പോൾ ദൈവം ആശ്വാസം നൽകും. എന്നാൽ ഭാവിയിൽ ദൈവം തന്നെ നമ്മുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കും. അതിന്റെ വെളിപ്പാട് 21:4 വാക്യവും 5 വാക്യത്തിന്റെ ആദ്യ ഭാഗം. മതി. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കർത്താവ് താൻ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. അപ്പോൾ സമ്പൂർണമായി നമ്മുടെ ദുഃഖം മാറി നാം പൂർണ്ണമായ ആശ്വാസം കൈവരിക്കുന്നത് ഭാവിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാവി പ്രത്യാശയെ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്, അനുഗ്രഹമാണ് ഈ 4 വാക്യത്തിൽ നാം വായിച്ചത്. വരുന്ന ദിവസങ്ങൾ അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വിടുകയാണ്. അടുത്ത തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ പഠിച്ച പാട്ടോ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിയതിനു ശേഷം ഞാൻ അടുത്ത ആനന്ദ വർണ്ണനയിലേക്ക് കടന്നു വരുന്നതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം ഇന്നലെ രാത്രിയിൽ നാം ചിന്തിച്ചതാണ്. അതുകൊണ്ട് അത് വിട്ടിട്ട് നമ്മൾ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. 6-ാം വാക്യത്തിൽ കാണുന്നത് എത്രാമത്തെ ആനന്ദവർണ്ണനയാണ്, ഭാഗ്യവർണ്ണനയാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്? എണ്ണം തെറ്റിപ്പോകരുത്. 4-ാമത്തെ 4-ാമത്തെ ഭാഗ്യ വർണ്ണനയിലേക്ക് അല്ലെങ്കിൽ ആനന്ദ വർണ്ണനയിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഈ വാക്യം നമുക്കൊരു ആശ്ചര്യ പ്രസ്താവനയായിട്ട് ആദ്യം എഴുതാം, അതിനുശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അങ്ങനെ എഴുതിയാൽ എപ്രകാരം നിങ്ങൾ എഴുതും? ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതിക്കോ. ആ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരുടെ ആനന്ദം ആർക്ക് വർണ്ണിക്കാം? എന്തുകൊണ്ടെന്നാൽ അവർക്ക് മാത്രം തൃപ്തി വരും. ഓരോ ആനന്ദ വർണ്ണനയും ആത്മീക ജീവിതത്തിലെ ഓരോ രഹസ്യത്തിന്റെ ചെപ്പാണ്, രഹസ്യത്തിന്റെ ചുരുളാണ് കർത്താവ് അഴിച്ച് നമ്മെ കാണിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം ഈ പ്രകൃതിയിൽ പല നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അവയാണ് ലോസ് ഓഫ് നേച്ചർ, പ്രകൃതി നിയമങ്ങൾ എന്ന് നാം വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പ്രകൃതി നിയമങ്ങൾ വെച്ചിട്ടുള്ളത്? ആ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിച്ചാൽ അതുകൊണ്ട് നന്മയുണ്ട്, നമുക്ക് അത് അനുസരിക്കേണ്ടത് ആവശ്യവുമാണ്. പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചാലോ എന്ത് പറ്റും? ലംഘിച്ചാൽ അപ്പോൾ വിവരം അറിയല്ലേ. ഉദാഹരണത്തിന് ലോ ഓഫ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ നിയമം, അത് നല്ലതാണോ ചീത്തയാണ്? ദൈവം വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ നല്ലതാണല്ലേ. ആ നിയമം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കസേരയിൽ ഇരിക്കാൻ പറ്റുകയില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നല്ല നിയമം തന്നെ, അതുകൊണ്ടാണ് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. ഗുരുത്വാകർഷണ നിയമം ഉണ്ടായിട്ട് തന്നെ ചിലർക്ക് ഇത് കുറയ്ക്കുന്നില്ല. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ദൈവം ചില നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നന്മയ്ക്കാണ്. ഇനി ആ നിയമം ലംഘിച്ചാൽ എന്ത് പറ്റും? ആരെങ്കിലും
ഒരു 3 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് പറയുക, ഞാൻ ഈ ഗുരുത്വാകർഷണ നിയമത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചാടിയാൽ എന്ത് പറ്റും? മിക്കവാറും അതോടുകൂടി ആളിന്റെ കഥ കഴിയുമല്ലേ. ചാടുമ്പോൾ മനസ്സിലാകും ലംഘിച്ചാൽ എന്ത് പറ്റുമെന്നുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം ഈ പ്രകൃതിയിൽ പല നിയമങ്ങൾ മനുഷ്യന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ അനേകം സ്പിരിച്വൽ ലോസ്, ആത്മീയ നിയമങ്ങളുമുണ്ട്. ആ ആത്മീയ നിയമങ്ങൾ അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്നവർക്കാണ് ആത്മീയമായ അഭിവൃദ്ധി, പുരോഗതി, അനുഗ്രഹം ലഭിക്കുന്നത്. അത് നാം ആദ്യമേ മനസ്സിലാക്കണം. എന്നാൽ ദൈവം വെച്ചിട്ടുള്ള ഈ നിയമങ്ങൾ ചിലർ മനസ്സിലാക്കുന്നു, ചിലർ മനസ്സിലാക്കുന്നില്ല. ഇനി മനസ്സിലാക്കിയാലും ചിലർ അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു, മറ്റുള്ളവർ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നു. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞ ഉദാഹരണത്തിന് ഇങ്ങനെ സങ്കല്പിക്കുക, 2 വ്യക്തികൾ ഒരേ ദിവസം രക്ഷിക്കപ്പെടും. അവർ ഒരേ സ്ഥലം സഭയിലാണ് വരുന്നത്, ഒരേ ദിവസം രക്ഷിക്കപ്പെടുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം സ്നാനപ്പെടുന്നു. ഒരേ പ്രായക്കാരായ 2 വ്യക്തികൾ. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് നാം ഈ 2 പേരെ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഒരു വ്യക്തി ആത്മീകമായിട്ട് വളരെ പുരോഗതി പ്രാപിച്ച് വളരെ നല്ല ആത്മീയ സാക്ഷ്യവും നിലവാരമുള്ള വ്യക്തിയായിട്ട് ഉയരുന്നു. എന്നാൽ മറ്റേ വ്യക്തി ഒരു സാധാരണ വിശ്വാസിയായിട്ട്, ഒരു ശരാശരി ക്രിസ്ത്യാനിയായിട്ട് തുടരുന്നു. സാങ്കല്പികം. അങ്ങനെ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. ശരി, എന്താണ് ഇതിന്റെ കാരണം? 2 പേരും ഒരേ സ്ഥലം സഭയിലായിരിക്കാൻ വരുന്നത്, പക്ഷേ ഒരാൾ ആത്മീകമായിട്ട് വളർച്ച പ്രാപിക്കുന്നു, മറ്റേയാൾ ഒരു സാധാരണ വിശ്വാസി. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ വേർപെട്ട സഭകളിലൊക്കെ, ഈ സഭയും വളരെ ധാരാളം ആളുകൾ കൂടുന്ന ഒരു സഭയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ സഭകൾക്കൊരു ചെറിയ ദോഷമുണ്ട്. വലിയ സഭയാകുമ്പോൾ ഒരു ചെറിയ ദോഷമെങ്കിലും വേണമല്ലേ. എന്താണ് ദോഷം ചോദിച്ചാൽ, ഈ ധാരാളം സഹോദരന്മാർ, ഞാൻ ഇനി പറഞ്ഞ സഹോദരന്മാരുടെ കാര്യം, സഹോദരന്മാരെ ബാധിക്കുന്നില്ല. ഈ ധാരാളം സഹോദരന്മാരുള്ളപ്പോൾ ഉള്ള കുഴപ്പം, അങ്ങനെയുള്ള വലിയ സഭകളിലൊക്കെ ഈ മുൻനിരയിലൊക്കെ ഇരിക്കുന്ന ചില സഹോദരന്മാർ തന്നെ എല്ലാ ആത്മീക ശുശ്രൂഷകളും അങ്ങ് ചെയ്യും. അവർ തന്നെ പാട്ട് പാടും, അവർ തന്നെ സ്തോത്രം ചെയ്യും, അവർ തന്നെ പ്രസംഗിക്കും, സാക്ഷ്യം പറയും. എന്നാൽ പിന്നിലിരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല. ഇവിടെ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. മാത്രമല്ല, അവർ പലരും അനേക വർഷങ്ങളായിട്ട് വന്ന് സൈലന്റ് ആയിട്ട് അങ്ങിരിക്കുക, നിശബ്ദരായിട്ട് അങ്ങിരിക്കുകയും ചിലര് പാട്ട് പോലും പാടുകയില്ല, ഒരു ആമേൻ പോലും പറയുകയില്ല. പിന്നെ ദോഷം പറയരുതല്ലോ, ഇങ്ങനൊക്കെ ആണെങ്കിലും അവർ 1-2 നേരമൊക്കെ വാ തുറക്കാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അപ്പം തിന്നാനും പിന്നെ വീഞ്ഞു കുടിക്കാനും, അന്നേരം വാ തുറക്കും. അല്ലാതുള്ള സമയങ്ങളിൽ വെള്ള നിവൃത്തിയുണ്ട്, വാ തുറക്കുകയില്ല. ഇങ്ങനെയുള്ള അനേകരെ നാം നമ്മുടെയൊക്കെ സഭകളിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. എന്നാൽ പലപ്പോഴും യാതൊരു ആത്മീയ വളർച്ചയും ഇല്ലാതെ, ആത്മീയ ജീവന്റെ യാതൊരു ലക്ഷണവും കാണിക്കാതെ ഇങ്ങനെ അവർ വർഷങ്ങൾ തള്ളി നീക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നാം ചെയ്യണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. രക്ഷ സൗജന്യമായതുകൊണ്ട് നമുക്കൊക്കെ ഒരു അബദ്ധം, ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്, ആത്മീക അനുഗ്രഹങ്ങളൊക്കെ എല്ലാം സൗജന്യം, അതിനുവേണ്ടി നാം ഒന്നും ചെയ്യേണ്ട, എല്ലാം വെറുതെ കിട്ടുന്നതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് എന്റെ ഒരു ഹൈന്ദവ സുഹൃത്ത് പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും പറഞ്ഞൊരു കാര്യം ഞാൻ പലയിടത്ത് ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ക്രിസ്ത്യാനികളൊക്കെ ഓസുകാരാണല്ലോ എന്ന് പറഞ്ഞു. ആ വാക്കറിയാമോ? ഈ ഓസ് എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടാനുള്ള അറിയത്തില്ലേ? തെക്കുന്നുള്ളവരുണ്ടല്ലോ, ഓസിന് കിട്ടിയ വെറുതെ കിട്ടും, അതാണ് ഓസിന് കിട്ടുക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് പഠിച്ചു, നിങ്ങളൊക്കെ ഓസുകാരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടെ അടച്ചാക്ഷേപിച്ച് അങ്ങനെ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുക, നിങ്ങളുടെയൊക്കെ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെയൊക്കെ പേരെങ്ങനെ അവസാനിക്കുന്നത്? മർക്കോസ്, പത്രോസ്, ലൂക്കോസ്, കുര്യാക്കോസ്, എല്ലാം ഓസ. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ കുറെ ഓസുകാരുണ്ടായിരുന്നു, പിലാത്തോസ് മുതലായ ഓസുകാർ. ഈ ഓസുകാരുടെ ഇടയിൽ കിടന്ന് കർത്താവ് കുറെ വിഷമിച്ചതാണ്. ഇന്നും ഇങ്ങനെയുള്ള അനേക ഓസുകാരുണ്ട്. ഇപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ഈ ഓസിന് കിട്ടണമെന്നാണ്, അതുകൊണ്ടാണ് ലഭിക്കാതെ പോകുന്നത്. ആത്മീക വളർച്ച അങ്ങനെ ഓസിന് കിട്ടുന്ന ഒന്നല്ല. ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ചില സ്പിരിച്വൽ ലോസ്, ചില ആത്മീക പ്രമാണങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പാലിക്കുന്നവർക്ക് മാത്രമേ ആത്മീകമായിട്ട് വളരാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവര്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 നേരം മാത്രം വാ തുറക്കുന്നവരായിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കും.
എന്താണ് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ടത്? അങ്ങനെയുള്ള അനേക സത്യങ്ങളിൽ ഒരു സുപ്രധാന സത്യമാണ് ഈ 6-ാം വാക്യത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്താണ് കർത്താവ് പറയുന്നത്? ആദ്യത്തെ ഭാഗം നമ്മൾ അനുസരിക്കേണ്ട വ്യവസ്ഥയാണ്. എന്താണ് വ്യവസ്ഥ? നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തൃപ്തി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീതിമാന്മാരായി തീരും, നീതി ലഭിക്കും. ഓരോ വാക്കും വിശദീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കാം. ആദ്യത്തെ പദം നീതി. എന്താണ് ഇവിടെ പറയുന്ന നീതി? നീതി, നീതീകരണം, ഈ വാക്കുകളൊക്കെ നമുക്ക് വളരെ പരിചിതങ്ങളാണ്. നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നീതി എന്ന് നാം സാധാരണ പറയാറുണ്ട്. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് നാം അർത്ഥമാക്കുന്നത്? നാം ഒക്കെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരു പാപി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ സമയത്ത് അവനെ ദൈവം പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം. നാളിതുവരെ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ പരിഗണിച്ച് അവൻ പരിശുദ്ധനാണെന്ന് സ്വർഗം പ്രഖ്യാപിക്കും. ആ സ്വർഗീയ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നാം വിശ്വസിച്ച സമയത്ത് നാം അത് മനസ്സിലാക്കി, എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോഴാണ് നാം അതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ വിശ്വാസികളെയും ബൈബിൾ എങ്ങനെയാണ് വിളിക്കുന്നത്? വേറൊരു വാക്കുണ്ടല്ലോ വിശ്വാസികളെ എങ്ങനെയാണ് വിളിക്കുന്നത്? പ്രത്യേകിച്ചും ലേഖനങ്ങളിൽ കൊരിന്തിലെ വിശ്വാസികൾക്ക് പിന്നെ ആർക്കാ എഴുതുന്ന ലേഖനം? വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ്? വിശുദ്ധന്മാർ. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മെ കാണുമ്പോൾ, നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നീതി, യേശുക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മുടേതായി കണക്കിട്ടതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാണ്. എങ്ങനെയാ വിശുദ്ധന്മാരായത്? നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ചത് കൊണ്ടല്ല, പിന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായിട്ട് ദൈവം കണക്കിട്ടു. ഇതിനെയാണ് ഇംപ്യൂട്ടഡ് റൈറ്റസ്നെസ്, കണക്കിടപ്പെട്ട നീതി എന്ന് വേദശാസ്ത്രത്തിൽ പറയുന്നത്. അതാണ് നീതീകരണം. എന്നാൽ ഇവിടെ പറയുന്ന നീതി എന്താ? ആ നീതീകരണത്തിന്റെ വ്യവസ്ഥ 5:3 നാം കണ്ടു, ആത്മാവിലുള്ള ദാരിദ്ര്യം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താ? നാം വിശന്നു ദാഹിക്കേണ്ട ഒരു നീതിയുണ്ട്. നീതി എന്നുള്ള വാക്കിന്റെ 2 അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഞാൻ പറഞ്ഞു, മറ്റേ അർത്ഥം നീതി എന്നുള്ളതുകൊണ്ട് പലയിടത്തും ബൈബിളിൽ അർത്ഥമാക്കുന്നത് വിശുദ്ധിയാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റൈറ്റസ്നെസ്, പ്രായോഗികമായ നീതി അഥവാ വിശുദ്ധി. അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്നത് നീതീകരണത്തെക്കുറിച്ചല്ല, പിന്നെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. ഈ നീതിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? വിശന്ന് ദാഹിക്കണം. ഇനി ആ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയാണ്, യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ക്രൈസ്റ്റ് ലൈക്നെസ് എന്നുള്ള വാക്ക് ഇതിന്റെ ആദ്യത്തെ ക്ലാസ് മുതൽ ഞാൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ്. ക്രിസ്തുവിന്റെ സാദൃശ്യം, ക്രിസ്തുവിന്റെ സ്വരൂപം, അതാണ് ഇവിടെ പറയുന്ന വിശുദ്ധി അല്ലെങ്കിൽ നീതി. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ നീതി, ഈ പ്രായോഗിക വിശുദ്ധി, ഈ ആന്തരികമായ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ആ വിശുദ്ധിക്ക് വേണ്ടി ഒരു വ്യവസ്ഥ പാലിക്കണം. എന്താണ് വ്യവസ്ഥ? അതിനുവേണ്ടി വിശന്ന് ദാഹിക്കണം. ഈ ഞാൻ പറഞ്ഞല്ലോ, ആത്മീകമായ കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ നാം അതിന് വില കൊടുക്കണം. അത് വെറുതെ കിട്ടുന്നതല്ല. നോ ബ്ലെസ്സിംഗ് ഈസ് അൺകണ്ടീഷണൽ. ഒരു അനുഗ്രഹവും വ്യവസ്ഥ കൂടാതെയുള്ളതല്ല. വ്യവസ്ഥ പാലിക്കുന്നവർക്കാണ് അനുഗ്രഹം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ദൃഷ്ടാന്തം പറയാം, അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇനി എന്റെ ദൃഷ്ടാന്തങ്ങൾ ചിലതൊക്കെ സാങ്കല്പികമാകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയും. ചരിത്ര സംഭവമാണെന്നും പറയും. ഇതൊരു സാങ്കല്പിക ദൃഷ്ടാന്തമാണ്. ഇത് കേട്ടതിന് ശേഷം ഞാൻ ചോദ്യവും ചോദിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ തൃശൂർ ടൗണിൽ അത് ഏതെങ്കിലും ഒരു തെരുവിന്റെ ഒരു സ്ട്രീറ്റ് കോർണറിൽ, ഒരു തെരുവിന്റെ മൂലയിൽ ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ ഇരിക്കുന്നു സങ്കല്പിക്കും. ഇദ്ദേഹം എല്ലാ ദിവസവും കൃത്യസമയത്ത് അവിടെ വരും. രാവിലെ 9 മണിക്ക് അവിടെ വരും. അവിടെ ഇരുന്ന് വരുന്നവരോടൊക്കെ ഭിക്ഷ ചോദിക്കും. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ മടങ്ങിപ്പോകും. ഇങ്ങനെ ഒരു യാചകൻ. ഒരു ദിവസം
ഈ തൃശൂർ പട്ടണത്തിലെ ഏറ്റവും ധനികനായ ഒരു വ്യക്തി എതിർച്ചയാ അതുവഴി വന്നപ്പോൾ ഈ യാചകനെ കാണും. അദ്ദേഹത്തിന് ഈ യാചകനോട്, ഈ ഭിക്ഷക്കാരനോട് ദയ തോന്നുന്നു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഈ യാചകനെ ഒരു ലക്ഷാധിപതിയാക്കണം. സാധാരണ ധനികന്മാരൊന്നും അങ്ങനെ വിചാരിക്കുകയില്ല, അവർക്ക് മറ്റാരും ലക്ഷാധിപതി ആകുന്നത് ഇഷ്ടവുമല്ല. എന്നാൽ ഇതൊരു സാങ്കല്പിക ഉദാഹരണമായിട്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ലക്ഷാധിപതിയായ മനുഷ്യൻ വിചാരിക്കാൻ ഈ യാചകനെ ലക്ഷാധിപതിയാക്കണം. അദ്ദേഹം ഒരു കാര്യം ചെയ്ത് ഇദ്ദേഹത്തോട് പേരൊക്കെ ചോദിച്ചു, അടുത്തുള്ള ബാങ്കിൽ ചെന്ന് ഈ യാചകന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി 1,00,000 രൂപ ഈ യാചകന്റെ പേരിൽ ആ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. പാസ്ബുക്ക് വാങ്ങി മടങ്ങി വന്ന് എവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇപ്പോൾ 1,00,000 രൂപ ഞാൻ നിന്റെ പേരിൽ ഇട്ടിട്ടുണ്ട്, ഇത് നിനക്ക് ഞാൻ സൗജന്യമായി തന്നതാണ്, നിന്റെ ഇഷ്ടം പോലെ ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് പാസ്ബുക്ക് കൊടുക്കുന്നു. അവൻ ഈ നല്ല മനുഷ്യന് നന്ദിയൊക്കെ പറയുന്നു. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ അവൻ കടന്നു വന്ന് അവൻ ഇന്നലെ വരെ എവിടെ ഭിക്ഷ യാചിച്ചു അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ഇന്നും അവൻ ഭിക്ഷ യാചിക്കുകയാണ്. എന്നാൽ ഇന്ന് ഒരു വ്യത്യാസമുണ്ട്. ഇന്നലെ വരെ അവന്റെ വലത്തേക്കയിൽ ഒരു ഭിക്ഷാപാത്രം ഉണ്ടായിരുന്നു, ബഗേഴ്സ് ബൗ, അങ്ങനെയാണ് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? ഇന്ന് വലത്തെ കൈ ഭിക്ഷാപാത്രമാണ്, ഇടത്തെ കയ്യിൽ ഒരു ബുക്ക് അവൻ പിടിച്ചിട്ടുണ്ട് ബലമായി. എന്താ അത്? പാസ്ബുക്കാണ്. ആ പാസ്ബുക്കും പിടിച്ചുകൊണ്ടാണ് ഭിക്ഷ ചോദിക്കുന്നത്. കഥയൊക്കെ എത്രയും നേരം കേട്ടു. എന്റെ ചോദ്യം, ഈ മനുഷ്യൻ ഇന്ന് അവൻ യാചകനാണോ ലക്ഷാധിപതിയാണോ? ആലോചിത്രം പറഞ്ഞാൽ അവൻ യാചകനാണോ ലക്ഷാധിപതിയാണോ? യാചകൻ എന്നുള്ളത് കൈവക്കി എത്ര പേരുണ്ടെന്ന് അറിയട്ടെ. യാചകന്റെ സൈഡിൽ അവർക്ക് കഥയൊന്നും മനസ്സിലായില്ല. പിന്നെ വേറെ ഉത്തരവുണ്ട്, ലക്ഷാധിപതിയാണെന്നുള്ളതാണ് കൂടുതൽ പേര് കൈവക്കുന്നത്. ഈ രണ്ടുത്തരവും തെറ്റാണ്. ശരിയായ ഉത്തരം എന്താ? ഇപ്പോൾ നിങ്ങൾ പറയും ലക്ഷാധിപതിയായ യാചകനാണെന്ന്. അതിനകത്ത് അല്പം സത്യമുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ്, ഏറെക്കുറെ. എന്താ? ഇന്നലെ വരെ അവൻ ആരായിരുന്നു? സംശയമൊന്നുമില്ലല്ലോ, ഒരു ഉത്തരമേ ഉള്ളൂ. ഇപ്പോൾ എന്താ സംശയം വരാൻ കാരണം എന്താ? അത് പറഞ്ഞു. നിങ്ങൾക്ക് ഉത്തരത്തിൽ സംശയം വരാൻ കാരണം എന്താ? അവൻ ഭിക്ഷ യാചിക്കുന്നില്ലേ, ഭിക്ഷാപാത്രമില്ലേ, അതുകൊണ്ട് അവനെ യാചകനെ വിളിച്ചുകൂടാതെ? ഒരർത്ഥത്തിൽ വിളിക്കാം. എന്താ സംശയം വരാൻ കാരണം? പക്ഷെ അവന്റെ ഇടത്തെ കയ്യിൽ പാസ്ബുക്ക് ഉണ്ടല്ലേ, അതിൽ 1,00,000 രൂപ ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ യാചകനാണോ അതോ ലക്ഷാധിപതിയാണോ എന്ന് സംശയം വന്നത്. അതിന്റെ ഉത്തരം ഇതാണ്, ഇൻ പ്രിൻസിപ്പിൾ ഹീസ് എ മില്യനെയർ. തത്വത്തിൽ അവൻ ലക്ഷാധിപതിയാണ്, ബട്ട് ഇൻ പ്രാക്ടീസ് ഹി ഈസ് സ്റ്റിൽ എ ബഗർ. എന്നാൽ പ്രായോഗികമായി അവൻ ആരാണ്? ഇപ്പോഴും യാചകനാണ്, കാരണം ഭിക്ഷയെടുക്കുകയാണ്. കാര്യം മനസ്സിലായോ? ഞാൻ എന്തിനായി കഥ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഒരർത്ഥത്തിൽ ഇത് ഏറെക്കുറെ നമ്മുടെയും ചിത്രമാണ്, അല്ലേ? നാം രക്ഷിക്കപ്പെട്ട സമയത്ത് ക്രിസ്തുവിന്റെ നീതിയും വിശുദ്ധിയും നമ്മുടെ പേരിൽ കണക്കിട്ടു, നമ്മളെ വിശുദ്ധരായി സ്വർഗം പ്രഖ്യാപിച്ചു. എങ്ങനെ അറിയാം? നമ്മുടെയും പാസ്ബുക്ക് ഉണ്ട്. ഇതാ നമ്മുടെ പാസ്ബുക്ക്. നമ്മൾ ഞായറാഴ്ച ദിവസം വന്ന് ഈ പാസ്ബുക്ക് ഒക്കെ ഉയർത്തി കാണിച്ചിട്ട് പറയും നമ്മൾ വിശുദ്ധന്മാരാ. സൺഡേസ് വി ആർ സ്ട്രോങ് ആൻഡ് ഓൺ വീക്ക് ഡേയ്സ് വി ആർ വീക്ക്. പലപ്പോഴും അല്ലാതുള്ള ദിവസങ്ങളിൽ നമ്മൾ വളരെ ബലഹീനരാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഭിക്ഷയെടുപ്പാണ് ജോലി, ഞായറാഴ്ച മാത്രം വിശുദ്ധന്മാരുമാണ്. ഈ ഒരു വൈരുദ്ധ്യം പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ശരി, ഇനി ആ ഉദാഹരണത്തിലേക്ക് മടങ്ങി വരാം. ഈ യാചകനെ, ഒരു കൈയിൽ ഭിക്ഷാപാത്രവും മറ്റേ കൈയിൽ പാസ്ബുക്കും പിടിച്ചിരിക്കുന്ന ഈ യാചകനെ നിങ്ങൾ ആരെങ്കിലും കാണുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്കൊരാഗ്രഹം, ഈ മനുഷ്യനൊരു ഉപദേശം കൊടുക്കണം, അവനെ ശരിയായിട്ടും പ്രായോഗികമായി ലക്ഷാധിപതി ആക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം. നിങ്ങൾ അവന്റെ അടുത്ത് ചെന്ന് എന്ത് ഉപദേശം കൊടുക്കും? രണ്ടാമത്തെ ചോദ്യം, എന്ത് ഉപദേശം കൊടുക്കും അവനോട് എന്ത് പറയും? എന്താ പറയും? ഇവിടെ ഇരിക്കുന്നവരും അവർ പുറകിൽ ഇരിക്കുന്നവരും അതെനിക്ക് കേൾക്കത്തില്ല. അത് തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുന്നവരും പറയുന്നത്. എന്ത് ഉപദേശം കൊടുക്കും? ഒരു ഉപദേശമില്ല. നിങ്ങൾ ഭിക്ഷക്കാരെ ഒന്നും നോക്കാറില്ലല്ലേ? അവനെ കണ്ടാൽ എന്തോ പറയും? ഇനി അല്ല, ഇങ്ങനെ ചിന്തിച്ചാൽ ഇവൻ എങ്ങനെ ലക്ഷാധിപതി ആകാൻ സാധിക്കും? എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ ചെയ്യണമല്ലേ, അവൻ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. ആ ധനികൻ 1,00,000 രൂപ അവന്റെ പാസ്ബുക്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത് കൊണ്ട് മാത്രം അവൻ ലക്ഷാധിപതിയാകയില്ല. അതിനുവേണ്ടി അവന്റെ ഭാഗത്ത് ചിലത് ചെയ്യണം, ചില വ്യവസ്ഥകൾ പാലിക്കണം. എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ ആദ്യം അവിടെ നിന്ന് എഴുന്നേൽക്കണം, അവന്റെ ഭിക്ഷാപാത്രം വലിച്ചെറിയണം,
അവൻ ആ ബാങ്കിൽ ചെന്ന് ഈ 1,00,000 രൂപ ഒരുമിച്ച് പിൻവലിക്കേണ്ട, അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം അല്പാൽപ്പം പിൻവലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താണ് പ്രായോഗികമായി അനുഭവവശത്ത് അവൻ ലക്ഷാധിപതിയാകുന്നത്. മനസ്സിലായോ? ഉദാഹരണം മനസ്സിലായെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മെ വിശുദ്ധന്മാരായി സ്വർഗം പ്രഖ്യാപിച്ചു. പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധന്മാരായ വിശുദ്ധകളായി തീരുവാനുള്ള എല്ലാ റിസോഴ്സസ്, അതിനുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് തന്നിട്ടുമുണ്ട്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തന്നിട്ടുണ്ട്. പക്ഷേ അനുഭവവശത്ത് നാം ഇപ്പോഴും സ്പിരിച്വലി, ആത്മീയമായിട്ട്, പാപ്പേഴ്സായിട്ട്, നാം യാചകരായിട്ട്, നാം നിസ്വന്മാരായിട്ട് ജീവിക്കുക. എന്താ കാരണം? നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. നാം ആ കഥയിലെ യാചകനെ പോലെയാണ്. നമുക്ക് സന്തോഷമുണ്ട്, പാസ്ബുക്കിൽ 1,00,000 രൂപ ഉണ്ട്, അത് സന്തോഷമാണ്. എന്നാൽ അത് ഉപയോഗിക്കാത്തിടത്തോളം കാലം അനുഭവവശത്ത് നാം ലക്ഷാധിപതികളാകുകയില്ല ആത്മീയ അർത്ഥത്തിൽ. ഇനി എങ്ങനെയാണ് അനുഭവവശത്ത് ലക്ഷാധിപതികളാകാൻ സാധിക്കുന്നത്? അതിന്റെ ഒരു വ്യവസ്ഥയാണ് കർത്താവ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇനി ആ വ്യവസ്ഥയിലേക്ക് വരാം. നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശന്നു ദാഹിക്കുക, അടുത്ത പദം. എന്താണ് അതിന്റെ അർത്ഥം? വിശപ്പ്, ദാഹം, ഇവ രണ്ടും ശക്തമായ രണ്ട് ശാരീരിക ആവശ്യങ്ങളാണ്, അല്ലേ? വിശപ്പും ദാഹവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് രോഗലക്ഷണമാണല്ലേ? വിശപ്പും ദാഹവും അത് ജീവന്റെയും ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഈ വിശന്ന് ദാഹിക്കുക എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ വേറെ എങ്ങും വരുന്നില്ലെന്നാണ് എന്റെ അറിവ്. ഇതൊരു യുണീക് ഫ്രേസാണ്. കർത്താവ് ഉപയോഗിച്ചൊരു പ്രത്യേക പ്രയോഗമാണ്. വിശക്കുക എന്നുള്ള പ്രയോഗമുണ്ട്, ദാഹിക്കുക എന്നുള്ളതുകൊണ്ട്. ഇവിടെ പറയുന്നത് വിശന്ന് ദാഹിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? വളരെ ശക്തമായ രണ്ട് ശാരീരിക ആവശ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു തീവ്രമായ ആഗ്രഹം, an insatiable desire, an earnest desire, വളരെ ആത്മാർത്ഥമായ ആഗ്രഹം എന്നുള്ള ആശയം കർത്താവ് അവതരിപ്പിക്കുകയാണ്. വിശപ്പും ദാഹവും വളരെ ശക്തമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ ശക്തം? വിശപ്പാണോ ദാഹമാണോ? ദാഹമാണല്ലേ? ഭക്ഷണം കഴിക്കാതെ ചിലരൊക്കെ 40 ദിവസമൊക്കെ ഇരിക്കാറുണ്ട്. എന്നാൽ വെള്ളം കുടിക്കാതെ 3 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. ചില സ്പെഷ്യൽ കേസസ് കാണും. വെള്ളം കുടിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ദാഹത്തിന്റെയും വിശപ്പിന്റെയും ശക്തി മനസ്സിലാക്കാൻ വേണ്ടി പല ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ചിലത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ രണ്ട് ആവശ്യങ്ങൾ വളരെ ശക്തമാണെന്നുള്ളതിന് ബൈബിളിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിന്റെ 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ ശിംശോനെ കുറിച്ചൊരു പ്രസ്താവനയാണ്. ശിംശോൻ ഫെലിസ്തരെ നേരിടുന്ന രംഗമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ഫെലിസ്തർ വരുന്നു. ആ സമയത്ത് ശിംശോൻ അവരെ കൊല്ലുന്ന കാര്യമൊക്കെ നാം വായിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ച് 15-ന്റെ മതി, അത് 18-ാം വാക്യം. അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ ഈ ആയിരക്കണക്കിന് ഫെലിസ്തരെ കണ്ടപ്പോൾ ശിംശോൻ നിലവിളിച്ചു ഇല്ല. അവൻ ഒറ്റയ്ക്കാണ് ഈ ഫെലിസ്തരെ നേരിടുന്നത്. ഈ വലിയ ഫെലിസ്തീയ സമൂഹത്തെ കണ്ടപ്പോൾ ശിംശോൻ നിലവിളിച്ചില്ല. അവനവിടെ ശക്തനായിട്ട് നിന്ന് നേരിട്ടു. പക്ഷേ അത് കഴിഞ്ഞ് അവൻ ദാഹിച്ചപ്പോ ഈ മല്ലനായ ശക്തനായ ശിംശോൻ പോലും നിലവിളിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ദാഹം എന്ന് പറയുന്നത് അത്ര ശക്തമായ ഒരു ശാരീരിക ആവശ്യമാണ്. ഉദയമത്തിൽ ലൂക്കോസ് 16:24 ഈ ധനവാന്റെയും ലാസറിന്റെ ഉപമയിൽ ഈ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്. ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണം. എന്തിനു വേണ്ടിയാ? വരുമ്പോൾ ഒരു ബോട്ടിൽ മിനറൽ വാട്ടറോടെ കൊടുത്തയക്കണം. അങ്ങനെയാണോ പറയുന്നത്? ഒരു കുപ്പി വെള്ളമൊന്നും ചോദിക്കുന്നില്ല, അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കുന്നില്ല. പിന്നെ എന്താ ചോദിക്കുന്നത്? വിരലിന്റെ അറ്റം വെള്ളത്തിൽ നോക്കി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്. ദാഹം എത്രയോ ശക്തമാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണത്. ഇവിടെ പറയുന്നത് വിശന്നും ദാഹിച്ചു വരുന്നു. ഇതേ പ്രയോഗം പഴയ നിയമത്തിൽ വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകും എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്ന്. 107-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. 107:4-5. ശ്രദ്ധിക്കുക. അപ്പോൾ വിശന്നും ദാഹിച്ചും ഇരിക്കുക എന്ന് പറഞ്ഞാൽ
വേദപുസ്തകം അർത്ഥമാക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു മരുഭൂമിയുടെ ചിത്രമാണ്. നാം ഇങ്ങനെ സങ്കല്പിക്കുക, ഒരു മനുഷ്യൻ ആഹാരമില്ല, വെള്ളമില്ല, ഇത് രണ്ടുമില്ലാതെ ഒരു മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്നു. അത് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അങ്ങനെ യാത്ര ചെയ്താൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ശാരീരിക അനുഭവമാണ് ഈ വിശന്ന് ദാഹിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും മരിക്കുവാറാകുന്ന അവസ്ഥ. മറ്റു നിലയിൽ പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, അല്പം ആഹാരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കൊതിക്കുന്ന ഒരവസ്ഥ. ഈ ആലങ്കാരിക പ്രയോഗമാണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ കർത്താവ് അർത്ഥമാക്കുന്നത്? ഇവിടെ കേവലം അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, സാധാരണ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആത്മീയമായ വിശപ്പും ദാഹവുമാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ? നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഈ നിലയിൽ വിശന്ന് ദാഹിക്കുന്നവർ, അതിനുവേണ്ടി ശക്തമായ വിശപ്പും ദാഹവുമുള്ളവർ, അതിയായ ആഗ്രഹമുള്ളവർക്ക് തൃപ്തി വരും എന്നാണ് കർത്താവ് പറയുന്നത്. ശരി, നമ്മുടെ ഈ ആഗ്രഹം ഒക്കെ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആത്മീയമായി വളരാത്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം എന്താണ്? നമുക്കതിനുവേണ്ടി അല്ലേ, നമുക്കതിനുവേണ്ടി ശക്തമായ ആഗ്രഹമില്ല. ഒരിക്കൽ ഒരു പെൺകുട്ടി തന്റെ ഭവന പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച വാചകം ഇംഗ്ലീഷിലാണ്, അത് ഞാൻ പിന്നെ മലയാളത്തിലും പറയാം. ആ പ്രാർത്ഥനയുടെ ചുരുക്കം ഇതാണ്. കൊച്ചുകുട്ടി പ്രാർത്ഥിച്ചതാ, ലോർഡ് മേക്ക് മീ എ ഗുഡ് ഗേൾ. കർത്താവ് എന്നെ ഒരു നല്ല കുട്ടിയാക്കണം. എന്നിട്ട് അടുത്ത വാചകം പറഞ്ഞു, നോട്ട് സോ ഗുഡ് ബട്ട് ഗുഡ് എനഫ് സോ ദാറ്റ് മൈ മമ്മി വോണ്ട് ബീറ്റ് മീ. നല്ല കുട്ടിയാക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല കുട്ടിയൊന്നും ആക്കണ്ട, പിന്നെ എന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാത്ത നിലയിൽ ഒരു നല്ല കുട്ടിയാക്കണം. ആമേൻ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നല്ല പ്രാർത്ഥനയാണല്ലേ. എന്നെ നല്ല കുട്ടിയാക്കണം, പക്ഷേ അത്ര നല്ല കുട്ടിയൊന്നും ആക്കണ്ട, പിന്നെ ഏതായാലും തല്ല് കൊള്ളരുത്, അത്രേ ഉള്ളൂ. ഒരർത്ഥത്തിൽ നമ്മുടെയും പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം ഇത് തന്നെയാണ്. കർത്താവെ അങ്ങയെപ്പോലെ എനിക്ക് ആകണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ എന്നൊക്കെ പാട്ട് പാടാറുണ്ട്. പാട്ട് പാടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ നുണ പറയുന്നതും വ്യാജം പറയുന്നതും. കൂട്ടത്തിൽ പാടാൻ എളുപ്പവുമാണ്. ഇങ്ങനെയൊക്കെ നാം പാട്ട് പാടും, സാക്ഷ്യം പറയും, പ്രാർത്ഥിക്കും. പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രാർത്ഥന പോലല്ലേ നമ്മുടെയും പ്രാർത്ഥന. വി ഹാവ് ഓൺലി എ ഷാഡോ ഡിസയർ, വി ഡോണ്ട് ഹാവ് എനി സ്ട്രോങ് ഡിറ്റർമിനേഷൻ. നമുക്ക് ആഴമില്ലാത്തതിൽ ആഗ്രഹങ്ങൾ മാത്രമാണ്, അല്ലാതെ ഉറപ്പേറിയ ദൃഢനിശ്ചയം നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് ആത്മീകമായിട്ട് നാം വളരാത്തത്. ഇവിടെ കർത്താവ് പറയുകയാണ്, വിശുദ്ധി എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല, അതിനുവേണ്ടി വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അത് ഒന്നാമത്തെ വ്യവസ്ഥ. അതിനുവേണ്ടി അതിശക്തമായ, അതിതീവ്രമായ ഒരു ആഗ്രഹം, ഒരു അഭിനിവേശം നിങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവരാണ് കാലാകാലങ്ങളിൽ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി അതിന്റെ ഉന്നതമായ നിലവാരത്തിൽ വിശുദ്ധിയുടെ കൊടുമുടികളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ ഒരു പടവ് കൂടെ ചവിട്ടിക്കയറണമെന്ന്, വിശുദ്ധിയിൽ മുന്നേറണമെന്ന് നമ്മളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അത് ചോദ്യമായിട്ട് നിൽക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് ഇതിന്റെ പ്രസക്തി? A.W. ടോസർ എന്ന് പറയുന്ന ഒരു ഭക്തൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഈച്ച് വൺ ഈസ് ആസ് സ്പിരിച്വൽ ആസ് ഹി റിയലി വാണ്ട്സ് ടു ബി. ഈച്ച് വൺ ഈസ് ആസ് സ്പിരിച്വൽ ആസ് ഹി റിയലി വാണ്ട്സ് ടു ബി. ഓരോരുത്തരും അവനവൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ആത്മീയനാണ്. അർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് കുറച്ചുകൂടെ വിശദീകരിക്കാം. അപ്പൊ ചിന്തിച്ചാലേ എന്റെ അർത്ഥം മനസ്സിലാകും. ടോസർ പറയുന്നത്, ഓരോ വ്യക്തിയുടെയും ഭക്തിയും അല്ലെങ്കിൽ ആത്മീയത്വവും വിശുദ്ധിയുമൊക്കെ അവന്റെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നാം ആഗ്രഹിക്കുന്നതിന് ആനുപാതികമായി മാത്രമേ നാം വിശുദ്ധരായി തീരുകയുള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പോൾ രണ്ട് വ്യക്തികളെ നാം കാണുന്നു. അവരുടെ ഭക്തി അല്ലെങ്കിൽ വിശുദ്ധി അളക്കുവാൻ വേണ്ടി എന്തെങ്കിലും മെഷീൻ ഉണ്ടെന്ന് സങ്കല്പിക്കും. അപ്പോൾ നമ്മുടെ വെയിറ്റ് അളക്കണമെങ്കിൽ എന്തുണ്ട്? പറ്റുമോ? വെയിറ്റ് അളക്കാൻ പറ്റും? പറ്റും അല്ലേ? അതിന് വെയിങ് മെഷീൻ ഉണ്ട്. പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നാൽ തന്നെ അവിടെയൊക്കെ കോയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് അളക്കാൻ സാധിക്കും. ഇവിടെ ഇന്ത്യയിലുള്ള വെയിങ് മെഷീൻസ് ഒക്കെ എങ്ങനെയാ വെയിറ്റ് അത് എഴുതി കാണിക്കുക. ഈ യൂറോപ്പിൽ സഞ്ചരിച്ച ഒരു
ഒരു പ്രസംഗകൻ ഒരിക്കൽ പറഞ്ഞു, താൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ മെഷീൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എഴുതി കാണിക്കുക മാത്രമല്ല, ഈ മെഷീൻ തന്നെ ഉറച്ചു പറയും, യുവർ വെയിറ്റ് 60 കിലോഗ്രാം, ഇങ്ങനെ എടുത്ത് പറയും. നമ്മൾ വെയിറ്റ് കയറി നിന്നാൽ മതി, ആ മെഷീൻ സംസാരിക്കും. അത് നല്ല സിസ്റ്റം അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തന്റെ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കാണാൻ ഒരു മനുഷ്യൻ വരുന്നില്ല. സുമോ ഗുസ്തിക്കാരനെ പോലെ ഒരു ജാപ്പനീസ് മാൻ, ഒരു മനുഷ്യൻ പുറകെ വരുന്നു. ഇദ്ദേഹം മലയാളിയല്ലേ, മലയാളികൾക്ക് ഒരു അസുഖമുള്ളത് നിങ്ങൾക്ക് അറിയാം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യം അറിയാം, നമ്മുടെ വെയിറ്റ് അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവർക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രസംഗനൊക്കെ ആവശ്യം ഒരു താല്പര്യം, ഈ മനുഷ്യൻ എത്ര വെയിറ്റ് കാണും, പക്ഷെ എങ്ങനെയാ പോയി അവിടെ ചെന്ന് നോക്കി നിൽക്കുന്നത്, മോശമല്ലേ? ഇദ്ദേഹം അവിടെ മറ്റുള്ളവരൊക്കെ ട്രെയിനെ നോക്കുന്ന പോലൊക്കെ നോക്കുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധയുമ്പോൾ ഇവിടെയാണ്. ഇദ്ദേഹം കയറി നിൽക്കുമ്പോൾ എന്ത് ഈ മെഷീൻ പറയുന്നുള്ള ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ആ മെഷീൻ പറയുകയാണ്, only one person at a time. ഒരു സമയത്ത് ഒരാൾ മാത്രം കയറുക, ഇദ്ദേഹത്തിന്റെ വെയിറ്റ് അതിന് എടുക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിറ്റുള്ളവരാരും ഇരിക്കുകയല്ല. അപ്പോൾ അങ്ങനെയുള്ള മെഷീനൊക്കെ ഉണ്ട്, ഇതൊക്കെ നല്ലതാണ്. അപ്പൊ വെയിറ്റ് അളക്കാൻ മെഷീനുണ്ട്. ഇതുപോലെ നമ്മുടെ ആത്മീയത്വം അളക്കാൻ വേണ്ടി ഒരു മെഷീൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അത് നമ്മുടെ ഹോളിന്റെ വാതിലൊക്കെ വെച്ചിരുന്ന് നമ്മളെല്ലാം കയറ്റി നിർത്തിയാൽ നമ്മുടെ ഭക്തിക്ക് ആ നിലയിൽ ഒരു യൂണിറ്റ് കണക്കാക്കി 50 യൂണിറ്റ് ഭക്തി, 70 യൂണിറ്റ് അങ്ങനെ അളന്ന് 2 പേര് വരുന്നു. 2 പേരുടെ ഭക്തി അളന്നപ്പോൾ ഒരാൾക്ക് 50 യൂണിറ്റ്, മറ്റേയാൾക്ക് 70. ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്? ടോസറിന്റെ പ്രസ്താവന മറക്കരുത്. A.W. ടോസർ പറയുന്നത്, ഇങ്ങനെ വ്യത്യാസം വന്നാൽ അതിന്റെ കാരണം 50 യൂണിറ്റ് ഭക്തിയുള്ള വ്യക്തി വാസ്തവത്തിൽ ആത്മാർത്ഥമായി അത്രയും ഭക്തി മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ 100% എന്നെ അങ്ങേപ്പോലെ ആക്കണമെന്നൊക്കെ പറയുമെങ്കിലും അവന്റെ ഉള്ളിൽ നിന്ന് 50 യൂണിറ്റിന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. മറ്റേ വ്യക്തി എന്തുകൊണ്ടാണ് 70 യൂണിറ്റുകാരനായെന്ന് ചോദിച്ചാൽ അദ്ദേഹം 70 യൂണിറ്റിനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടോസറിന്റെ പ്രസ്താവന നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിന് ആനുപാതികമായി മാത്രമേ ആത്മീകരായി തീരുന്നുള്ളൂ. ഇനി ബൈബിളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ ചില ഉദാഹരണങ്ങൾ അവർക്ക് തൃപ്തി വരുമെന്ന് കർത്താവ് പറഞ്ഞു. ആത്മീക മല്ലന്മാരായി, വിശുദ്ധന്മാരായി വേദപുസ്തകത്തിൽ പറയുന്ന ആളുകളുടെയൊക്കെ ചരിത്രം നോക്കിയാൽ അവരുടെ എല്ലാം ജീവിതത്തിലെ ഒരു കോമൺ ഫാക്ട് എന്താ? കോമൺ ഫാക്ട് കണക്കിൽ നാം ഉപയോഗിക്കുന്നതാണല്ലേ, പൊതുഘടകം. ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ all of them had an earnest desire for holiness. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള അടക്കാനാവാത്തൊരു ആഗ്രഹം, അഭിനിവേശം അവരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് ആത്മീയ മല്ലന്മാരായി തീർന്നത്. എനിക്ക് ഉദാഹരണം പറയാൻ പലതുണ്ട്, എല്ലാം പറയാൻ എന്റെ സമയം അനുവദിക്കുന്നില്ല, 11 മണിക്ക് തന്നെ നിർത്തേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. മോശയുടെ ജീവിതത്തിലെ ഉദാഹരണം നിങ്ങൾ ഇപ്പോൾ വായിക്കാൻ സമയത്ത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 33 കൊടുത്തിട്ടുണ്ട്. മോശയെ കുറിച്ചൊരു പ്രസ്താവന ആവർത്തനം 34:12 നാം വായിക്കുന്നത്, മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രയേലിൽ അതിന് മുമ്പും പിമ്പും ജീവിച്ചിരുന്നിട്ടില്ല. മോശ വലിയൊരു ആത്മീക മല്ലനായിരുന്നു. കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല, തന്റെ പാപം കൊണ്ട് ആ കുറവൊക്കെ ഉണ്ടെങ്കിലും വേദപുസ്തകം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മോശ. പക്ഷെ മോശ ഇത്രമാത്രം വലിയ ആത്മീയ മല്ലനായി തീരാനുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പുറപ്പാട് പുസ്തകം 33 നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു എന്നൊക്കെ നാം വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിമേറ്റ് ഫെലോഷിപ്പ്, അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അങ്ങനെ സംസാരിച്ച മോശെ അതുകൊണ്ട് തൃപ്തനായില്ല. പുറപ്പാട് 33:13 നാം വായിക്കുന്നത്, പിന്നെയും മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? യഹോവേ, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, നിന്റെ വഴി എന്നെ അറിയിക്കണം. തീർന്നില്ല. 33:18 നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. നോക്കുക, മോശയെ പോലെ ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞ ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞ 3 വാക്യങ്ങൾ കുറിച്ചാൽ മതി. 33:11, 13, 18 പുറപ്പാട് പുസ്തകം. ആ മോശയുടെ ആ ആഗ്രഹത്തിന്റെ തീവ്രത, തീഷ്ണത വളരെ വ്യക്തമാണ്. എന്നാൽ അങ്ങനെ 40 ദിവസം സീനായി മലയിൽ ദൈവത്തോട് കൂടെ ഇരുന്ന് തന്റെ ത്വക്ക് പ്രകാശിച്ച ഈ മോശ ആ വലിയ ആത്മീക അനുഭവം കൊണ്ട് തൃപ്തനായില്ല. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് അങ്ങയുടെ വഴികൾ അറിയണം, എനിക്ക് അങ്ങയെ കുറച്ചുകൂടെ ആഴമായിട്ട് രുചിച്ചറിയണം, എനിക്ക് അങ്ങയുടെ തേജസ് കാണണം.
അങ്ങനെ പ്രാർത്ഥിച്ച ആഗ്രഹിച്ച മോശയെക്കുറിച്ചാണ് പിൽക്കാലത്ത് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മോശയെപ്പോലൊരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിരുന്നു. അത് മോശയുടെ കാര്യം. ദാവീദിന്റെ ചരിത്രം നമുക്ക് എടുക്കാം. ദാവീദിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം ബൈബിൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 13:22 നാം വായിക്കുന്ന പഴയനിയമത്തിലെ ഉദ്ധരണിയാണ്. മലയാളം ബൈബിൾ അത്ര വ്യക്തമല്ല. ഇംഗ്ലീഷിൽ നോക്കിയാൽ ഡേവിഡ് ദ സൺ ഓഫ് ജെസ്സെ വാസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു എന്നാണ് മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത്. അല്ല, ഇംഗ്ലീഷ് നോക്കിയാൽ അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായി, മനുഷ്യനായി ഞാൻ കണ്ടു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇത്ര ഉന്നതമായ ആത്മീയ പദവിയിൽ എങ്ങനെയാണ് ദാവീദ് എത്തിയത്? ദാവീദിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അത് നാം ചിന്തിച്ചതാണ്. എന്നാൽ അടിസ്ഥാനപരമായി ദൈവത്തിന് വേണ്ടിയുള്ള അടക്കാനാവാത്ത ഒരു ആഗ്രഹം, ഒരു വിശപ്പും ദാഹവും ദാവീദിന് ഉണ്ടായിരുന്നു. എങ്ങനറിയാം? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സങ്കീർത്തനത്തിൽ നിന്ന് നോക്കാം. 27 സങ്കീർത്തനം 4 വാക്യം ആർക്കെങ്കിലും വായിക്കാം. മറ്റൊരാൾക്ക് 63 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ എടുത്തു വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. 27:4 എന്താണ് ദാവീദിന്റെ പ്രാർത്ഥന? ഞാൻ യഹോവയോട് എത്ര കാര്യം അപേക്ഷിച്ചെന്നാ ദാവീദ് പറയുന്നു. എത്ര കാര്യം അപേക്ഷിച്ചു? ഒരു കാര്യം അപേക്ഷിച്ചു. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ? ഒരിക്കലുമല്ല. 100 കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെന്താ താൻ പറയുന്നത്? അനേക കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു കാര്യമാണ്. എന്താണ് ആ ഒരു കാര്യം? ശ്രദ്ധിക്കണം. ഭൗതികമായ ഏതെങ്കിലും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല ദാവീദ് പ്രാർത്ഥിക്കുന്നത്. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയില്ല. പിന്നെ യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും, അങ്ങനെ എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദാവീദിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം ഇതായിരുന്നു. ഇതൊന്ന് സാധിച്ചു കിട്ടിയാൽ മതി. ദൈവത്തെ കാണണം. ദൈവിക സംസർഗത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയം, അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. വെറുതെയല്ല ദൈവം പറയുന്നത്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. 63 സങ്കീർത്തനത്തിൽ എന്താ ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ഇതുപോലൊരു പ്രാർത്ഥന അവിടെയും കാണാൻ സാധിക്കും. 63:1-2 മതി. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ദാവീദ് എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശം എത്രമാത്രം വെള്ളത്തിനു വേണ്ടി ദാഹിക്കുമോ അതുപോലെ എന്റെ ഹൃദയം, എന്റെ ഉള്ളം ദൈവമേ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. ദൈവത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും. ഞാൻ ആ ഭാഗ്യവർണ്ണനയുടെ 2ാം ഭാഗം കൂടെ പറയട്ടെ. അവർക്ക് തൃപ്തി വരുമെന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ നീതിമാന്മാരായിത്തീരും, വിശുദ്ധന്മാരായിത്തീരും. മോശ ദൈവത്തിനു വേണ്ടി വളരെ ആഗ്രഹിച്ചു. തൃപ്തി വന്നു? തീർച്ചയായും തൃപ്തി വന്നു. ദൈവത്തിന്റെ തേജസ് കാണുവാൻ കഴിഞ്ഞു. മാത്രമല്ല, വിശുദ്ധിയുടെ ഉന്നതമായ പടവുകൾ ചവിട്ടിക്കയറുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന് ദൈവം തൃപ്തി വരുത്തി. ഈ ദാവീദിനെ കുറിച്ച് നാം പിൽക്കാലത്ത് വായിക്കുന്നത് ഇസ്രയേലിലെ രാജാക്കന്മാരെയൊക്കെ അളന്നു നോക്കുവാനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് ദാവീദ് മാറുകയാണ്. അല്ലേ? ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 28:1, 29:4 വായിച്ചാൽ ദാവീദിന് ശേഷം വന്ന എല്ലാ രാജാക്കന്മാരെയും ദൈവം അളക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നുകിൽ അവർ ദാവീദിനെ പോലെ ജീവിച്ചു, അല്ലെ ദാവീദിനെ പോലെ ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ. നോക്കുക, ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ്, ഒരു ഹ്യൂമൻ സ്റ്റാൻഡേർഡ് വേണ്ടി വന്നു ഈ രാജാക്കന്മാരെ അളക്കുക. അതിനുവേണ്ടി ദൈവം നോക്കിയപ്പോൾ ദാവീദിനെയാണ് കണ്ടെത്തിയത്. ദാവീദ് പല പോരായ്മകളുള്ള വ്യക്തിയാണെങ്കിലും ആ ഒരു ഔന്നത്യത്തിലേക്ക് ദാവീദിന് ഉയരാൻ കഴിഞ്ഞത് രഹസ്യം ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. എപ്പോഴും ദൈവത്തിനു വേണ്ടി കൊതിക്കുന്ന, ദൈവിക കൂട്ടായ്മയ്ക്ക് വേണ്ടി വെമ്പുന്ന ഒരു ഹൃദയം തനിക്കുണ്ടായിരുന്നു. വെറുതെയല്ല കർത്താവ് പറഞ്ഞത്, നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവരാണ് ആനന്ദപൂർണ്ണർ, കാരണം
അവർക്കാണ് തൃപ്തി വരുന്നത്, അവർക്കാണ് നീതി അഥവാ വിശുദ്ധി ലഭിക്കുന്നത്. മോശയുടെ കാര്യത്തിൽ അത് ശരിയായിരുന്നു, ദാവീദിന്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു. നമുക്ക് കോരഹപുത്രന്മാരുടെ ഉദാഹരണത്തിലേക്ക് വരാം. എന്താണ് അവരുടെ പ്രാർത്ഥന? 42 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. സങ്കീർത്തനം 1-2, അതിനുശേഷം 84:2. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നിച്ചു ചേരണം. ആത്മീയ കൂട്ടായ്മ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. തുറന്നു പറയുകയാണ്. 42 വാക്യത്തിൽ എന്താ വായിച്ചത്? 42:2. എന്റെ ആത്മാവ് എന്തിനു വേണ്ടിയാ ദാഹിക്കുന്നു? ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയുള്ള ദാഹമല്ല, പിന്നെയോ ദൈവത്തിനു വേണ്ടി തന്നെയുള്ള ദാഹം. 84 സങ്കീർത്തനത്തിൽ എന്താ കോരഹപുത്രന്മാർ പറയുന്നത്? അതിന്റെ 2 വാക്യം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അത് ഇംഗ്ലീഷിൽ നോക്കിയാൽ യെസ് മൈ സോൾ ഈവൻ ഫെയിൻസ്. മോഹിച്ചു പോകുകയല്ല, അത് മോഹാലസ്യപ്പെട്ടു പോകുന്നു. എന്തോ മോഹാലസ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അറിയാം. സ്കൂളുകളിലൊക്കെ അസംബ്ലിക്ക് വേറിട്ട് നിൽക്കുമ്പോൾ അറിയാമല്ലേ എന്താ മോഹാലസ്യം എന്ന് പറഞ്ഞാൽ? മോഹാലസ്യപ്പെട്ടു പോകുന്നു. ഇവിടെ കോരഹപുത്രന്മാർ പറയുകയാണ്, ദൈവത്തിന്റെ ആ ദൈവാലയത്തെ കുറിച്ചുള്ള പ്രാകാരത്തെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഞാൻ മോഹാലസ്യപ്പെട്ടു പോവുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ യാതൊന്നും വേണ്ട. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കോരഹപുത്രന്മാരുടെ വാക്കുകളാണ്. വെറുതെയല്ല അവർക്ക് സങ്കീർത്തനങ്ങളിൽ ഒരു സ്ഥാനം കിട്ടിയത്. അപ്പനായ കോരഹ മത്സരിയായി നശിച്ചു പോയെങ്കിലും കോരഹന്റെ പിൻതലമുറക്കാർക്ക്, കോരഹപുത്രന്മാർ എന്ന് പറയുന്നത് പിൻതലമുറക്കാരെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ്, അവരിൽ പലർക്കും ദാവീദിനെ പോലെ വലിയ ഒരു ആഗ്രഹം അവരും പ്രകടിപ്പിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുമെന്ന് കർത്താവ് പറഞ്ഞു. അത് എവരുടെയെല്ലാം കാര്യത്തിൽ ശരിയാണ്. പുതിയ നിയമത്തിലെ ഒരു ഉദാഹരണം ഇവിടെ നോക്കാം. പൗലോസിന്റെ ചരിത്രം. പൗലോസിനെ നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസാണ്. പഴയ നിയമത്തിൽ ദാവീദ് ഒരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നത് പോലെ പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികളെ അളന്നു നോക്കാനുള്ള അളവുകോലായിട്ട് നിൽക്കുന്നത് പൗലോസാണ്. വെളിപ്പാടുകളുടെ ആധിക്യം മുഖാന്തരം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ശൂലം കൊടുത്തെങ്കിലും അത് വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യം, വെളിപ്പാടുകൾ ധാരാളം ലഭിച്ച വ്യക്തി, 13 ലേഖനങ്ങൾ നമുക്ക് എഴുതിത്തന്ന മനുഷ്യൻ, ഒരിക്കൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആത്മീയ ഔന്നത്യത്തിലേക്ക് ഉയരുവാൻ കഴിയുന്നത്? അതിന്റെ രഹസ്യം പൗലോസിനെ വ്യക്തമാക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 3-ന്റെ ഇംഗ്ലീഷിൽ 10-ാം വാക്യമാണ്, മലയാളത്തിൽ 11 തോന്നുന്നു, അല്ലെ 10ഉം 11ഉം ചേർത്ത് വായിച്ചു. പൗലോസിന്റെ ഒരു വലിയ അഭിലാഷം പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. ആത്മീയെടുത്ത് വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. അതവിടെ വാക്യം തുടങ്ങുന്നില്ലെങ്കിൽ 8 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. അനുഭവിച്ചറിയേണ്ടതിനും, തൽക്കാലം മതി, അവിടെ ആ പദം അശ്രദ്ധിക്കേണ്ടത് അനുഭവിച്ചറിയേണ്ടതിനും. ഇംഗ്ലീഷിൽ 10-ാം വാക്യത്തിലാണ് ദാറ്റ് ഐ മേ നോ ഹിം, ഞാൻ അവനെ അറിയേണ്ടതിന്, ദാറ്റ് ഐ മേ നോ ഹിം. പൗലോസിന്റെ വലിയ അഭിലാഷം പറയുകയാണ്. എന്താ പറയുന്നത്? എനിക്ക് കർത്താവിനെ അനുഭവിച്ചറിയണം. ഈ പൗലോസിനെ ഒന്ന് കണ്ടിരുന്നിട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടല്ലേ. എപ്പോഴാണ് ഇത് എഴുതുന്നത്? റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് AD 62 എഴുതുന്ന ലേഖനമാണ് എന്ന് പറഞ്ഞാൽ
പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 30ഓളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 30 വർഷത്തെ വളരെ സമ്പന്നമായ ക്രിസ്തീയ അനുഭവങ്ങളുടെ ഉടമയാണ് പൗലോസ്. ഈ പൗലോസിനെ കർത്താവിനെ അറിയത്തില്ലേ? തീർച്ചയായും അറിയാം. പൗലോസ് കർത്താവിനെ അറിഞ്ഞതുപോലെ വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. എന്നാൽ അങ്ങനെയുള്ള പൗലോസ് പറയുകയാണ്, എനിക്ക് ഇനിയും ഒരു അഭിലാഷമുണ്ട്. എന്താ? ദാറ്റ് ഐ മേ നോ ഹിം. എനിക്ക് അവനെ കൂടുതൽ അനുഭവിച്ച് ആസ്വദിച്ചറിയണം. ദ ഇന്റിമേറ്റ് പേഴ്സണൽ നോളജ്. കേവലം ഒരു തിയറിറ്റിക്കൽ നോളജ് അല്ല. ഈ കർത്താവിനെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 30 വർഷമായി ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ അത് പോരാ, ഞാൻ തൃപ്തനല്ല, എനിക്ക് കൂടുതൽ അറിയുകയാണ്. ഈ നിലയിലുള്ള ഒരു അഭിവാഞ്ച, ഒരു വിശപ്പും ദാഹവും പൗലോസിനുണ്ടായിരുന്നു. ഇത് തന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ക്രിസ്തീയ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യാനിയായിട്ട് പൗലോസ് ഉയർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉദാഹരണങ്ങൾ പലതുണ്ടെങ്കിലും ഞാനത് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കർത്താവ് പറഞ്ഞു, ആ നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർക്കാണ് നീതി ലഭിക്കുന്നത്, അവരാണ് തൃപ്തരാകുന്നത്. അത് വളരെ ശരിയാണ്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കർത്താവിനെ പോലെ ആകുവാൻ, ഈ വിശുദ്ധി പ്രാപിക്കുവാൻ, നീതിയുടെ ചില പടവുകൾ ചവിട്ടിക്കയറുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ അവരൊക്കെ തൃപ്തരായിട്ടുണ്ട്. അവർ വിശുദ്ധിയിൽ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ അവർ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ അതേ നിലയിൽ ആത്മീയ പുരോഗതി പ്രാപിക്കാതെ വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടിരുന്ന് അവരുടെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഏതു വേണമെന്ന് നാമാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് നാമാണ് തീരുമാനിക്കേണ്ടത്. താക്കോൽ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മെ തൃപ്തരാക്കും, യാതൊരു സംശയവും. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് 100% കർത്താവിനെ പോലെ ആകുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഒരിക്കൽ നാം 100% കർത്താവിനെ പോലെയാകും. എപ്പോഴാണ് സംഭവിക്കുന്നത്? 1 യോഹന്നാൻ 3:2 നാം വായിക്കുന്നു. അത് ഭാവിപരമായ കാര്യമാണ്. നിങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അന്നാണ് 100% യേശുക്രിസ്തുവിന്റെ സാദൃശ്യം, യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നാം തീരുന്നു. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാളുകൾ കഴിയുന്തോറും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരൂപവും സ്വഭാവവും കൂടുതൽ ആർജിച്ച് പുരോഗതി പ്രാപിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതിനുള്ള രഹസ്യമാണ് ഈ വാക്യത്തിൽ കർത്താവ് അനാവരണം ചെയ്യുന്നത്. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും. നമ്മുടെ വിശപ്പും ദാഹവും എങ്ങനെ ഇരിക്കുന്നു? ആത്മവിശപ്പു ദാഹം ഏറ്റവും അരുൾക ദേവ എന്ന് നാം പാടാറുണ്ട്. അത് ആത്മാർത്ഥമായിട്ടാണോ നാം പാടുന്നത്? ഇല്ലെങ്കിൽ അത് ആത്മാർത്ഥമായി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് എത്രമാത്രം വിശപ്പും ദാഹവുമുണ്ട് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ അത് വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ. നാം പറയുന്ന വാക്കുകളിലെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഞാൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നമ്മുടെ തന്നെ ഒരു സുവിശേഷകൻ, അദ്ദേഹം ഈ തമിഴ്നാട്ടിൽ ഈ ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്. ഒരു ദീർഘദൂര യാത്രയാണ്. ഏറെക്കുറെ ഈ ഡ്രൈവറുടെ സീറ്റിന് അടുത്തുള്ള സീറ്റിലാണ് നമ്മുടെ സഹോദരൻ ഇരിക്കുന്നത്. താൻ പറഞ്ഞത്, ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ആളുകൾ കൈ കാണിക്കുന്നുണ്ട്. ഈ കൈ കാണിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഡ്രൈവർ നിർത്തുകയും, ചിലപ്പോൾ ആളുകൾ കൈ കാണിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിലും ചിലപ്പോൾ നിർത്തുന്നുണ്ട്. എന്നാൽ ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നിട്ട്, ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് ചിലർ കൈ കാണിക്കുമ്പോൾ നിർത്തുകയും. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഈ ഡ്രൈവർ ഒരു വിചിത്ര ജീവിയാണല്ലോ, കാരണം എല്ലായിടത്തും നിർത്തുന്നില്ല. കേരളത്തിലെ ഡ്രൈവർമാർ പിന്നെ ഒരിടത്തും നിർത്തത്തില്ല, അത് കുഴപ്പമില്ല. ഇത് ചിലയിടത്ത് നിർത്തും, ചിലയിടത്ത് നിർത്തുകയും. അപ്പൊ എന്താ കാരണം എന്നറിയാൻ വേണ്ടി ഇദ്ദേഹത്തെ പുറത്തുനിന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. സമയമുണ്ടല്ലോ, ലോങ് ട്രിപ്പാണ്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും പിന്നെ ആരെങ്കിലും കൈ കാണിക്കുന്ന ഈ സഹോദരൻ ഈ കൈ കാണിക്കുന്ന ആളിനെ ശ്രദ്ധിക്കും, പിന്നെ ഡ്രൈവറുടെ മുഖത്തോട്ട് നോക്കും. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം നിർത്തുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചിലത്ത് നിർത്തുന്നത്, ചിലത്ത് നിർത്താതെ പോകും. കാരണം എന്താണെന്നറിയാം, ഈ ഡ്രൈവർ വളരെ പരിചയസമ്പന്നനായ ഒരു അല്പം പ്രായമുള്ളൊരു ഡ്രൈവറാണ്. ഇദ്ദേഹം അനേക നാളുകൾ കൊണ്ട് ഈ റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇദ്ദേഹം നിർത്തുന്നത് ഈ മനുഷ്യന് എവിടെ നിന്ന് കൈ കാണിക്കുന്നു എന്നുള്ളതല്ല വിഷയം.
ഈ കൈ കാണിക്കുന്ന ആളിന്റെ കൈ കാണിക്കലും മുഖഭാവവും കാണുമ്പോൾ ഈ ഡ്രൈവർക്ക് അറിയാം ഈ മനുഷ്യൻ എവിടെ പോകാനുള്ള വ്യക്തിയാണ്. ചിലരെ സംബന്ധിച്ച് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി, അവരിങ്ങനെ കൈ കാണിക്കത്തുള്ളൂ. വേണമെങ്കിൽ നിർത്തുക, അല്ലെ കുഴപ്പമില്ല, എനിക്ക് വേറെ വണ്ടി ഉണ്ടെന്ന അർത്ഥം. എന്നാൽ മറ്റു ചിലർ കൈ കാണിക്കുന്നത് അവർ കുരിഞ്ഞ റോഡിൽ തുറച്ചക്കോടാ കൈ കാണിക്കുന്നത്. എന്താ അവർ പറയുന്നത് അവരുടെ ആക്ഷനിൽ കൂടെ? അയ്യോ, ഇത് അവസാനത്തെ ബസ്സാ, ഇത് എങ്ങനെങ്കിലും ഒന്ന് നിർത്തണം, എനിക്ക് വേറെ ബസ്സില്ല. അപ്പൊ ഈ ഡ്രൈവർ ആളുകളുടെ മുഖഭാവവും കൈകാണിക്കലും നോക്കിയാണ് വണ്ടി നിർത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഡ്രൈവറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വളരെ മിടുക്കനായ ഒരു ഡ്രൈവർ തന്നെയാണ്. ഞാൻ ഉപമിച്ചിങ്ങനെ പറയട്ടെ, ഇന്ന് രാവിലെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ബാഹ്യമായ കൈകാണിക്കലിലല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകളിലല്ല, അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹത്തിന്റെ കരം എത്രമാത്രം ഉയരുന്നുണ്ടെന്നുള്ളത് കർത്താവ് ശ്രദ്ധിക്കുന്നു. അതിനനുസരിച്ച് മാത്രമേ നാം വിശുദ്ധി പ്രാപിക്കുകയുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ നാം ആത്മീയമായി വളരുകയുള്ളൂ. അതുകൊണ്ട് ആത്മവിശപ്പ് ദാഹം ഏറ്റമരണം എന്നുള്ള പാട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പാടാം. നമുക്ക് ആ ഒരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ആത്മാർത്ഥമായി നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമുള്ളവരായി നാം തീരുന്നു എങ്കിൽ തീർച്ചയായും അതിന്റെ രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. അപ്പോൾ മാത്രമേ ആനന്ദപൂർണരായി അനുഗ്രഹപൂർണരായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മയെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു.